ഇതേപോലെ അബൂ ലഹബിന്റെ വേറൊരു മകൻ ത്വലാഖ് ചൊല്ലി, നിക്കാഹ് ചെയ്തു വീട്ടിൽ കൂടുന്നതിന് മുമ്പ് ത്വലാഖ് ചൊല്ലി. ആലോചിച്ചു നോക്കി, ഉമ്മു കുൽസൂമ ഖദീജ ബീവിയെ പരിരക്ഷിക്കുന്നത്, സംരക്ഷിക്കുന്നത്, പരിപാലിക്കുന്നത്. ഖദീജ ബീവി ഉമ്മു കുൽസൂമിനെ കാണുമ്പോ എന്റെ മകൾക്കൊരു ഭർത്താവിനെ കിട്ടുന്നില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷമം നിങ്ങൾ ആലോചിച്ചു നോക്ക്. പൊന്നു നബിയോട് ഒരിക്കൽ പോലും പറഞ്ഞില്ല, യാ റസൂലല്ലാഹ്, ഈ പ്രവർത്തനം കൊണ്ടല്ലേ ജീവിതത്തിൽ ഞാൻ കഷ്ടപ്പെടേണ്ടി വന്നതെന്ന് ഒരിക്കൽ പോലും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പൊന്നു നബിയോട് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, റസൂലുള്ളാഹിയോട് വഫാത്തിന്റെ ലോകത്തിൽ കിടക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നബിയേ, അങ്ങയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നല്ല നബിയേ, ഞാനങ്ങ് കണ്ണടച്ചാൽ ഈ വേദനയൊക്കെ താങ്ങാൻ ഒറ്റപ്പെട്ടു പോകില്ലേ യാ റസൂലല്ലാഹ്. അത് പറഞ്ഞ കണ്ണുനീർ പൊഴിക്കുന്നത് എന്നിട്ട് പുണ്യനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ ലോകത്തിൽ ഞാൻ മരിക്കുമെന്ന കാര്യം എനിക്ക് തീർച്ചയാണ് നബിയേ. ഞാൻ മരിച്ചാൽ കേൾക്കന്റെ മകളെ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം കഴിഞ്ഞാൽ എന്റെ പെങ്ങളെ നിങ്ങൾക്ക് സ്നേഹമുണ്ടാകേണ്ടതാരോടാണ് അറിയുമോ? നിങ്ങളുടെ കാരണവരുടെ മകനോടല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന്റെ സഹോദരന്റെ മകനോടല്ല, നിങ്ങളുടെ അയൽവാസിയോടല്ല. നിങ്ങൾക്ക് സ്നേഹമുണ്ടാകേണ്ടത് നിങ്ങളുടെ പഠിപ്പിക്കുന്ന അധ്യാപകനോടല്ല, നിങ്ങൾക്ക് സ്നേഹമുണ്ടാകേണ്ടത് ആരോടാ? പ്രിയപ്പെട്ട ഭർത്താവിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകേണ്ടത്. അല്ലാഹുവിനെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയേ, ഈ ലോകത്തിൽ ഞാൻ വഫാത്താകും യാ റസൂലല്ലാഹ്, ഞാനങ്ങ് മരിച്ചാൽ പ്രിയപ്പെട്ട നബിയേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, അങ്ങനെ കുളിപ്പിക്കണം പ്രിയപ്പെട്ടവരെ, അങ്ങനെ മയ്യിത്ത് കുളിപ്പിക്കണം യാ റസൂലല്ലാഹ്, അങ്ങനെ കഫം ചെയ്യണം യാ റസൂലല്ലാഹ്. ഖബറാകുന്ന മണിയറയിലേക്ക് ഞാൻ കടന്നു പോകുമ്പോ എന്നെ കുളിപ്പിച്ചു കൊണ്ടുപോകേണ്ട ആളാണ്. അങ്ങയുടെ ജീവിതത്തിലേക്ക് 25 കൊല്ലങ്ങൾക്ക് മുമ്പ്, അങ്ങയുടെ 25ാമത്തെ വയസ്സിൽ എന്റെ 40ാമത്തെ വയസ്സിൽ എന്നെ കല്യാണം ചെയ്തപ്പോൾ അങ്ങയുടെ വീട്ടിലേക്ക് പുതുനാരിയായി, പുതുമണവാട്ടിയായി ഞാൻ കടന്നു വന്നപ്പോൾ എന്റെ വീട്ടിൽ തന്നെ ഞാൻ കുളിച്ചു, ഞാൻ സ്വയം കുളിച്ചോ. അന്നെ ഡ്രസ് ധരിപ്പിച്ചത് എന്റെ കുടുംബക്കാരായ എന്റെ ചലനാദിശികളാണ്, എന്റെ കൂടപ്പിന്റെ കൊണ്ടേ അയൽപക്കത്തുണ്ടായിരുന്ന ആളുകളാണ്, എന്റെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട നബിയേ, അങ്ങനെ അണിച്ചൊരുക്കി സമയത്ത് കൊണ്ടുവന്നത് എന്റെ കൂട്ടുകാരും കുടുംബക്കാരുമാണ്. എന്നാൽ യാ റസൂലല്ലാഹ്, ഞാൻ ഭൂമി രോഗം ജീവിച്ച് കടന്നു പോവുകയാണ്. ഖബറാകുന്ന മണിയറയിലേക്ക് ഞാൻ കടന്നു പോകുമ്പോ എന്നെ കുളിപ്പിക്കേണ്ടതല്ല, എന്നെ കഫം പുടയിടക്കേണ്ടതല്ല, ഖബറിലേക്കുള്ള വസ്ത്രം ധരിപ്പിക്കേണ്ടതല്ല, ഖബറാകുന്ന മണിയറയിലേക്ക് എന്നെ സമയിപ്പിക്കേണ്ടതല്ല, എന്നെ കഫം ചെയ്യണം നബിയേ, എന്നെ ചുമന്നു കൊണ്ടുപോകണം അങ്ങ് യാ റസൂലല്ലാഹ്. കൊണ്ടുപോയി ഖബറിന്റെ അടുത്ത് വെച്ച്, ഖബറിന്റെ അടുത്ത് വെച്ച് യാ റസൂലല്ലാഹ്, ഖബറിലേക്ക് എന്നെ താഴ്ത്തി കിടത്തേണ്ടതല്ല, താഴ്ത്തി കിടത്തിയാൽ പോരാ യാ റസൂലല്ലാഹ്, ഖബറിലേക്ക് എന്നെ താഴ്ത്തുന്നതിന് മുമ്പ് അങ്ങ് ഖബറിലേക്ക് ഇറങ്ങണം നബിയേ. അങ്ങ് ഖബറിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങയുടെ കാലിന്റെ സ്പർശനമേറ്റ മണ്ണിലാണ് ഖിയാമത്ത് നാളിന്റെ 2ാമത്തെ ഉത്തുവരെ രണ്ടാമത്തെ ഊത്തുപോകുന്നവരെ കിടക്കേണ്ട ആ ഖബറിൽ അങ്ങയുടെ കാലിന്റെ ചവിട്ടേറ്റ മണ്ണിലാണ് ഞാൻ കിടക്കേണ്ടത്. അതുകൊണ്ടാണ് ആ ഖബറിലേക്ക് ഇറങ്ങണം. എന്റെ ഖബറിൽ എന്റെ കാലിന്റെ സ്പർശനമേൽക്കണം. ആരാ പറയുന്നത്? ഖദീജ. പ്രിയപ്പെട്ടവങ്ങളെ, തന്റെ 65ാമത്തെ വയസ്സിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടുള്ള അടക്കാനാവാത്ത സ്നേഹം മരണസമയത്തുള്ള വസിയത്തായി മാറി.
ഈ സ്നേഹമാണ് കുടുംബത്തിന്റെ വിഷയങ്ങൾ മുഴുവൻ ഒരുക്കി തീർക്കേണ്ടത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത ഖദീജ ബിബി തിരിച്ചു വല്ലാത്ത റസൂലുള്ളാഹിന്റെ സ്നേഹം എത്രത്തോളം നമ്മാരിച്ചാ പോലും മറന്നു പോകാത്ത ഞാനിപ്പോ അടുത്ത് കേട്ടു ഒരാള് ഭാര്യ മരിച്ചു ഒരു മാസം ഒരു മാസമേ ആയുള്ളൂ. അയാൾ രണ്ടാമത്തെ പെണ്ണിനെ കൂട്ടിയിട്ടാ വീട്ടിൽ കയറിയത്. അതായത് രണ്ടാമത്തെ കല്യാണം കഴിച്ചു. അത് പറഞ്ഞ ഒരാള് മയ്യത്ത് തുണിക്ക് എന്താ നമ്മള് പറയില്ല ചെതലരിച്ചിട്ട് പോലുമില്ല. മയ്യത്ത് കഫംപുടക്ക് ചെതലരിച്ചിട്ട് പോലുമില്ല. അപ്പൊ ഞാൻ ഇയാള് വിചാരിച്ചിട്ടുണ്ടാവും പഠിച്ചവനെ ആലാക്ക് തലേന്ന് അയാളെ അങ്ങനെ കാത്തിരിക്കും മറ്റിയ മതിയെന്ന് പഠിച്ചോനെ ഇത് കൊണ്ടോനും കഴിയില്ല, ഇത് പോകാനും കഴിയില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ ആലോചിക്കണം, ഹബീബായ റസൂലുള്ളാഹി സ്നേഹമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ അല്ലാഹുവിന്റെ ഞാൻ എന്റേത് പറഞ്ഞാണ്. പലരും പറയാറില്ലേ ഭാര്യയോട് സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കാൻ പാടില്ല. തിരിച്ചാ ഇസ്ലാം പഠിപ്പിക്കണം. തിരിച്ചു പഠിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ സ്നേഹം എന്റെ ഭാര്യയോട് തന്നെയാണ് എന്നവിടെ ബോധ്യപ്പെടുത്തണം. പക്ഷേ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പാപ്പാനോടും ഉമ്മാരോടും സ്നേഹം കഴിഞ്ഞിട്ട് പിന്നുള്ള സ്നേഹം ഭാര്യനോടാവണം. ചില ആൾക്കാർ തലകുത്തനെ പാപ്പയോട് ഉമ്മയോട് സ്നേഹത്തെക്കാളും കൂടുതൽ സ്നേഹം ഭാര്യക്ക് പ്രിയപ്പെട്ട മാതാവിനെ തള്ളിപ്പറയുക. വാപ്പയെ ജീവിതത്തിൽ പലതവണയും വിഷമിപ്പിച്ചതിന്റെ ഭാര്യയെ പലരും പറയാറുണ്ട്. ഇത് രണ്ടുകൂടി ഒരുമിച്ചുണ്ടാവും വലിയ ബുദ്ധിമുട്ടാണ്. ഒരിക്കൽ ഹജ്ജിന്റെ സമയത്ത് മിനയിൽ ഒരാള് ഞാൻ ഇപ്പോഴും ഓർക്കാം, വട്ടത്തിൽ ഇങ്ങനെ മിനയിൽ എന്നോട് ആദ്യത്തെ ചന്ദ്രന്റെ ഏറൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ മിനയിൽ കുറെ സമയം ഉണ്ടാവും. ഒരു ചെറുപ്പക്കാരനോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നമുക്കൊരു കാര്യം മഷൂറ ചെയ്യാൻ നിങ്ങളൊന്ന് കിട്ടുന്നു. അപ്പൊ നോക്കുമ്പോ ഒരു 4-5 ചെറുപ്പക്കാരാണ്. എല്ലാ വിഷയത്തിലും ഒരുമിച്ച് സുഹൃത്തുക്കളാണ്. വിളിച്ചു കൊണ്ടുപോയി ഒഴിഞ്ഞൊരു ടെന്റ് പോയി വട്ടത്തിൽ ഇരുന്നിട്ട് എന്നോട് ഇങ്ങനെ കുറെ കാര്യം ചോദിച്ച കൂട്ടത്തിൽ എന്നോട് ഒരു ചെറുപ്പക്കാരൻ മനസ്സിലാതെ ഞാൻ ജീവിതത്തിൽ വലിയൊരു ടെൻഷൻ അനുഭവിക്കുന്ന ആളാണ്. ഞാൻ ചോദിച്ചു, എന്താ? എന്റെ ഭാര്യ എപ്പോഴും ഇങ്ങനെ നന്നതാ എപ്പോഴും പ്രശ്നം. എന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് അതിൽ ഇടപെടാൻ കഴിയില്ല. ഞാൻ ഉമ്മാന്റെ ഭാഗത്ത് നിന്നാ ഭാര്യ പറയും നിങ്ങൾക്ക് എന്നോട് തീരെ സ്നേഹമില്ല. ഭാര്യയുടെ ഭാഗത്ത് നിന്നാലോ കഥ പറയേണ്ടല്ലോ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ രണ്ടാളും സ്നേഹിക്കണം. ഏറ്റവും നല്ല സ്നേഹം നിങ്ങൾ, ഏറ്റവും കൂടുതൽ സ്നേഹം നിങ്ങൾ അമ്മായോടാവണം. അതിന്റെ താഴെയാവണം ഭാര്യ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഉമ്മായുടെ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്ക് അമിതമായ സ്നേഹമുണ്ടെന്ന് നിങ്ങൾ പ്രകടിപ്പിക്കാൻ പാടില്ല. ഉമ്മായുടെ മുമ്പിൽ വെച്ച് പ്രകടിപ്പിച്ചാൽ പിന്നെ ആ ജീവിതത്തിൽ എല്ലാ സ്വസ്ഥതയും നഷ്ടപ്പെട്ടു പോകും. എന്നാലോ ഭാര്യയോട് എനിക്ക് ഏറ്റവും സ്നേഹം എന്നോടാണ് തോന്നിപ്പിക്കുകയാണ്. ഇനിയിപ്പോ ഇത് കേട്ടിട്ട് ആരെങ്കിലും അങ്ങോട്ട് സ്നേഹിക്കാണ് ഇതൊക്കെ തോന്നിപ്പിക്കാനാന്ന് പറഞ്ഞ് അടിമണി ഉണ്ടാക്കരുത്. ഈ വേദ കൊണ്ട് ഗുണമേ ഉണ്ടാകാവൂ, നാശമുണ്ടാകരുത്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു, ഞാൻ അവനോട് പറഞ്ഞ അതിന്റെ അടിമന്റ് എത്തിയാൽ മതി. ഓളോട് പറയാം, അമ്മന്റെ ഉമ്മന്റെ 4 ചീത്തൊക്കെ ഞാൻ ഉറക്കെ പറയൂട്ടോ. ആദ്യം പറഞ്ഞാൽ മതി, ഞാൻ പ്രശ്നമില്ല. ആദ്യം തന്നെ അവളോട് അടിമന്റ് എത്തിയാൽ മതിയല്ലോ. ഉമ്മാക്ക് എന്തൊരു ഇഷ്ടമായിരിക്കും. എല്ലാ അമ്മമാർക്കും അല്ലട്ടോ, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു തോന്നലുണ്ടോ. ഞമ്മക്കുണ്ടാവും, ഞമ്മക്ക് ആ പ്രായാവാസമല്ലേ, നമുക്കും ഒരു തോന്നലുണ്ടാവും. എന്റെ മോൻ കല്യാണം കഴിച്ചാൽ എനിക്ക് തോന്നും പഠിച്ചവൻ എന്നോ ഒഴിവാക്കി, ഇമോഷനാറാവോ, അവന് കൂടുതൽ സ്നേഹം എന്ന ഒരു തോന്നൽ. ആ തോന്നലിലാണ് വേറെ എന്തെങ്കിലും മുറിപ്പെടുത്താവുന്ന ഒന്ന് കിട്ടുന്നത്. അപ്പൊ ആ മുറിവ് അത് വ്രണമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിന് ചെയ്യേണ്ട എന്താ? ഉമ്മാനൊന്നും സമാനിപ്പിക്കാതെ 4 ചീത്ത പറയാം. ഓളോട് പറയാം, ഗ്യാരണ്ടി മുൻകൂർ ജാമ്യം എടുത്ത് പറഞ്ഞാൽ 4 ചീത്ത. എല്ലാ വിഷയങ്ങളും ചെറുപ്പക്കാരനോട് പറഞ്ഞല്ലോ, നോമ്പിന് ഞാൻ ഇപ്പോഴും ഓർക്കാം. നോമ്പിന് 315 ഇപ്പൊ നേർച്ച തന്നിട്ട് പള്ളിക്ക് തന്നിട്ട് പറഞ്ഞു, സാർ എന്റെ ഉമ്മന്റെ സ്വഭാവം മാറാൻ ദ്വാരക്കാർക്ക് നന്നാവാൻ ഉമ്മാന്റെ സ്വഭാവം നന്നാവാൻ മഹാപെടുക്കാൻ എന്നൊരു ചൊല്ലെടുക്കാൻ ലാനത്ത് ചൊല്ലുകയാണ്. ഞാൻ ഹലാക്കായി പോട്ടെ, വണ്ടി കുത്തി മരിച്ചോട്ടെ എന്നൊക്കെ അമ്മ പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ ഉമ്മയാണ്? ഞാൻ ചോദിച്ചു, തുടക്കത്തിൽ തന്നെ അങ്ങനെയാണോ? പ്രസവിച്ച പാടെ തന്നെ വണ്ടി കുത്തി
ശേഷമാണോ ഇതോ മുമ്പുണ്ടോ? കല്യാണം കഴിഞ്ഞ ശേഷം തുടങ്ങിയത്. അപ്പം പറയാം കല്യാണം കഴിഞ്ഞ ശേഷമാണ് എന്റെ ജീവിതത്തിൽ ഈ ഒരു അസമാധാനം തുടങ്ങിയത്. ഞാൻ ചോദിച്ചു, കല്യാണം ഉമ്മ കണ്ട പെണ്ണിനെ നമ്മൾ കഴിച്ചാൽ നിങ്ങൾ സ്വന്തം പോയി കഴിച്ചാൽ? ഞാൻ പറഞ്ഞു ഉമ്മ തന്നെ എനിക്ക് സെലക്ട് ചെയ്തത്. ഞാൻ ചോദിച്ചു കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ പറഞ്ഞു ഇല്ല. പിന്നെ അങ്ങനെ തുടങ്ങിയത്. അതിന്റെ കാരണം എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞതിന്റെ കാരണം നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെക്കാളും നിങ്ങളുടെ ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഉമ്മയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടാവാനിടയുണ്ട്. അങ്ങനൊന്നുമില്ല സാർ. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് ആലോചിച്ചു. അങ്ങനെ സ്നേഹമൊന്നും ഞാൻ പ്രകടിപ്പിക്കാറില്ല. പിന്നെ ഞാൻ കല്യാണം കഴിച്ച അത്യാവശ്യം സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിലാണ്. അതുകൊണ്ട് ഞാനിപ്പോ അതിനനുസരിച്ച് കുറച്ച് പരിഗണിക്കണ്ടേ. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ സൽക്കാരത്തിനൊക്കെ പോകുമ്പോഴോ നല്ല അംബാസഡർ കുറച്ച് കാലം ബാക്കിലാണ് മനസ്സിലാക്കിയത്. നല്ല കാറൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോവാം. ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വലിയ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ബസ്സിന്റെ കമ്പി വെച്ചാൽ പോവാം. അതുപോലെ സ്വാഭാവികമായിട്ട് തോന്നൂലേ 10 മാസം ഗർഭം ചുമന്ന് നടന്ന പ്രിയപ്പെട്ട മാതാവിന് തോന്നുന്നു അവന്റെ ഭാര്യനെ കാറിൽ ഞാൻ കൊണ്ടുപോവാം. ഞാൻ ബസ്സിന്റെ കമ്പി വെച്ചു. ഏത് മനുഷ്യന്റെ നെഞ്ചാ പുനരാതിരിക്കുക? നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഒരു കാര്യം ഞാൻ ഓർത്തോട്ടെ. എന്റെ ജീവിതത്തിലെ മറ്റൊരനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഭർത്താവ് ഗൾഫിലേക്ക് പോയിട്ട് 5 കൊല്ലം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് 6 മാസം നിന്ന് ഭർത്താവ് പോയതാണ്. 5 കൊല്ലം കഴിഞ്ഞ് പിന്നെ ഭർത്താവ് തിരിച്ചു വന്നിട്ടില്ല. അവിടെ പോയി നിയമക്കുരുക്കുകളിൽ കുടുങ്ങിപ്പോയി. പാസ്പോർട്ട് അറബി പിടിച്ചു വെച്ചു. വരാൻ യാതൊരു നിർവാഹമില്ല. 5 കൊല്ലം കഴിഞ്ഞു. ഈ പെണ്ണിന്റെ മാതാപിതാക്കൾ ഈ പെണ്ണിനെ നിർബന്ധിപ്പിച്ചതിന് എന്തിന് നിർബന്ധിപ്പിച്ചു? ബന്ധം ഒഴിവാക്കി തരാൻ ആവശ്യപ്പെടാൻ. 5 കൊല്ലത്തിൽ വരാതെ കുടുംബജീവിതം നയിച്ചെടുക്കെതിരെയാണ്. 4 മാസം മാത്രമാണ് ഈ പെണ്ണിനോട് ബന്ധം വിച്ഛേദിക്കാൻ ആവശ്യപ്പെടാൻ പറഞ്ഞു. കേൾക്കണോ നിങ്ങൾ? 5 കൊല്ലത്തിൽ 4 മാസം മാത്രം ഭർത്താവിനോട് ഒന്നിച്ചുള്ള കുടുംബജീവിതം കിട്ടിയ പെണ്ണ് കരഞ്ഞു പറയുകയാണില്ല, അവളെ ഞാൻ ഒഴിവാക്കാൻ സന്നദ്ധനല്ല. എന്റെ 4 മാസം കൊണ്ട് അവർ തമ്മിൽ മാനസികമായി അടുത്തു പോയതാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ എത്ര കൊല്ലവും കാത്തിരിക്കാൻ തയ്യാറാ. എന്നോടാ പിതാവ് പറയുകയായി 3 കൊല്ലമായി എന്റെ പ്രിയപ്പെട്ട മകൾ നേർച്ചനോച്ച് കഴിയുകയാണ്. മാസം ഹത്തം തീർക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വന്നു കാണാൻ ഞങ്ങൾ അവളോട് കുടുംബബന്ധം വിച്ഛേദിക്കാൻ അവരുടെ പിതാവിന്റെ അവന്റെ കുടുംബവുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. അവർ തയ്യാറാണ് അവരോട് ത്വരാഖ് വാങ്ങിത്തരാൻ. പക്ഷേ എന്റെ പെണ്ണ് ത്വരാഖ് വാങ്ങാൻ തയ്യാറല്ല. എന്റെ പ്രിയമുള്ളവരെ, ഈ പെണ്ണിന് 5 കൊല്ലം മുമ്പ് 4 മാസം ലഭിച്ച ആ ഹൃദയം നിറഞ്ഞ സ്നേഹമാണ്. അഞ്ച് മക്കളുടെ ഉമ്മ ഒളിച്ചോടിപ്പോയോ? 4 മക്കളുടെ ഉമ്മ ഒളിച്ചോടിപ്പോയോ? ഒളിച്ചോടിപ്പോകാനുള്ള റീസൺസാണ് ആരും മനസ്സിലാക്കണ്ട. എന്റെടാ നിന്റെ സംസാരത്തിലോ നിന്റെ പെരുമാറ്റത്തിലോ നീ അവളോടുള്ള സമീപനത്തിലോ അവൾക്ക് നീയുമായി അവൾ അകന്നു പോയിട്ടുണ്ടാകും. അതാണ് അവളെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടാവുക. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിന്റെ ആ നിർമ്മലമായ ഭാഗങ്ങളാണ് പറഞ്ഞത്. കേൾക്കണേ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന സമയത്ത് പോലും വേർപിരിയാത്ത ഹൃദയബന്ധമാകണം ഈ ബന്ധം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി വർഷങ്ങൾ കഴിഞ്ഞു. വിശുദ്ധമായ മദീന മുനവ്വറയിലെ സംഭവം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് ഹബീബായ റസൂലുള്ളാഹി പെട്ടെന്ന് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് ഒരു കിളവിയായ പെണ്ണ് കയറി വന്നു. റസൂലുള്ള വീട്ടിന്റെ മുറ്റത്ത് വെച്ച ആ പെണ്ണിനോട് ഇങ്ങനെ സംസാരിക്കാൻ കുറേ നേരം സംസാരിച്ചു. ഏറെ നേരം സംസാരിച്ചു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി പെണ്ണിനോട് സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ടപ്പോ ആയിഷ ബീവി വന്നിട്ട് നോക്കി, റസൂലുള്ള ആരോടാ സംസാരിക്കുന്നത്? പെണ്ണിന്റെ സ്വഭാവം ഉണ്ടാവും. നമ്മുടെ ഒരു 2 തിരിയില്ല പൊട്ടത്തിയാണ്. ഏത് പൊട്ടത്തിക്കും സ്വഭാവം ഉണ്ടാവും.
എന്റെ ഭർത്താവിന്റെ നോട്ടവും സംസാരവും ശ്രദ്ധിക്കുന്നുണ്ടാകും. ഈ പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ വെളിയിലേക്ക് മെല്ലെ നെറ്റി നോക്കി. ആയിഷ പെണ്ണിനോട് സംസാരിക്കണം കേട്ടപ്പോഴാവും നോക്കുമ്പോ റസൂലുള്ള സംസാരിക്കണത് ആരോടാണ്? മുഖമൊക്കെ ചുക്കിച്ചുളിഞ്ഞ, ശരീരമൊക്കെ വല്ലാതെ ക്ഷീണിച്ച് സൂക്ഷിച്ചുപോയ പാട്ടുവൃദ്ധയായ സംസാരിക്കുന്നത്. ഇത് കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കുറെ നേരം കഴിഞ്ഞ് റസൂലുള്ള സംസാരമെല്ലാം കഴിഞ്ഞ വീട്ടിലേക്ക് തിരിച്ചു കയറി. അങ്ങെത്ര വലിയ തിരക്കുള്ള മനുഷ്യനായ അങ്ങനെ കിളവിയായ വൃദ്ധയായ പെണ്ണിനോട് ഇത്ര നേരം സംസാരിച്ചിരിക്കുകയോ? അപ്പോഴല്ലേ പുണ്യനബിയുടെ രണ്ട് കണ്ണുമങ്ങ് നിറഞ്ഞൊലിച്ചത്. ആയിഷ, അതാരാണെന്നറിയുമോ? ആയിഷ. അപ്പൊ പറഞ്ഞു, ആയിഷ അതെന്റെ ഖദീജ ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കത്ത് എന്റെ ഖദീജയുടെ വീട്ടിൽ വരാറുള്ള പെണ്ണാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ആ പെണ്ണ് വന്നാൽ എന്റെ പ്രിയപ്പെട്ട ഖദീജ വല്ലതും എടുത്തു കൊടുക്കും. പാവപ്പെട്ട പെണ്ണാ. പെണ്ണിനെ അങ്ങ് കണ്ടപ്പോ ആയിഷ, എന്റെ ഖദീജയെ ഞാൻ ഓർത്തുപോയി. ആയിഷ, അതുകൊണ്ടാണ് ഞാൻ അറിയാതെ നേരം സംസാരിച്ചു പോയത്. എന്റെ ഖദീജയുടെ ഓർമ്മയിലായിരുന്നു എന്ന് പറഞ്ഞ് കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് നബി. സ്നേഹം എവിടെ എത്തിയിരിക്കണം എന്ന് പുണ്യനബി വിശുദ്ധ ഖുർആന്റെ ആയത്തിന്റെ വെളിച്ചത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞത് സ്നേഹമാണ് പ്രധാനം. സ്നേഹം ഉണ്ടാക്കാൻ പറ്റാവുന്നത് എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾ നിർവഹിക്കണം. എന്തൊക്കെയാ റസൂലുള്ള പറഞ്ഞത്? വേഗം വേഗം പറഞ്ഞു പോകാം. ഒന്ന് റസൂലുള്ള പറഞ്ഞു, നിങ്ങളുടെ ഇടക്കിടക്ക് സമ്മാനം കൊടുക്കണം. നല്ല സ്നേഹം ഉണ്ടാവും. ഗൾഫിലൊന്ന് പോയി വന്നതാണ്. അപ്പൊ ഒരു മൊബൈൽ കൊണ്ടുവന്നു. കൊണ്ടുവന്നത് ചിലപ്പോൾ നോക്കിയായിരിക്കും. ഇതിന്റെ നമ്പർ എത്ര? ഇപ്പൊ നോക്കിയൊക്കെ ചാൻസ് ഇല്ല കേട്ടോ. ഇപ്പൊ ഏതാ? സാംസങ് പോയിട്ട് ആപ്പിൾ എന്നാണ് ഒരാൾ പറഞ്ഞത്. ആപ്പിൾ മൊബൈൽ ഷോപ്പ് സാംസങ്ങിന്റെ കാര്യം ഇയാൾ കൊടുന്നത് നോക്കിയെന്നൊക്കെ ഞാനെങ്കിലും ഒരാൾ കൊടുക്കാൻ നോക്കാം. വീട്ടിലേക്ക് കയറി വന്നു. ഓളോട് പറയാം, ഒക്കെ ഒരു മൊബൈൽ കൊടുക്കാൻ. മൊബൈൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണ്ട. പണ്ടൊരു ചങ്ങായി കൊടുത്തിടോ കുടുങ്ങിപ്പോയി. ഈ സ്വഭാവമുണ്ട് ആൾക്കാർക്ക്. കാണാൻ പോയ മൊബൈൽ റീചാർജ് വലിയ നിക്കാഹ് ചെയ്യാതെ നിക്കാഹ് ചെയ്യാതെ നിന്റെ പെണ്ണല്ല. അതുവരെ നിന്റെ ഭാര്യയല്ല. നീ സംസാരിക്കുന്നത് ഹറാം, നീ കാണുന്നത് ഹറാം, നീ കൂട്ടി യാത്ര ചെയ്യുന്നത് ഹറാം. അവൾ പഠിക്കുന്ന കോളേജിന്റെ ബസ് സ്റ്റോപ്പിൽ പോയി നീ അവളുമായി സംസാരിക്കുന്നത് ഹറാം. സംസാരിച്ചോ? പണ്ടൊരു ചങ്ങായി കാണാൻ പോയിട്ട് മൊബൈൽ റീചാർജ് ചെയ്തു. എപ്പോ വിളിച്ചാലും ഓളെ മൊബൈൽ എപ്പോ വരെ അങ്ങോട്ട് വിളിച്ചാലും ഓളെ കിട്ടില്ല. അപ്പൊ നോക്കുമ്പോ എന്താ, ഓള് വേറെ ഏതോ ഓന് വിളിക്കണ പണിയായി. ആരെ റീചാർജ്? ഇവന്റെ റീചാർജ്. ഇവന്റെ പൈസ കൊണ്ട് ഇവള് വേറെ ആളെ വിളിക്കാണ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്കിടയിലുള്ള സ്നേഹം വർദ്ധിക്കാൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സമ്മാനം കൊടുക്കണം. എന്നോട് പെടുത്തല്ലേ, ഞാൻ ഈ സംഭവം കേട്ടതിന് ശേഷം എന്റെ ഭാര്യന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ സുഹൃത്തില്ലേ, അയാൾ പറയാൻ എന്റെ ഭാര്യന്റെ ഫോണിലൊക്കെ വാട്സപ്പ് ഉണ്ടായിരുന്നു. ഞാനത് ഡിലീറ്റ് ചെയ്ത് അപകടം ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ്. പറയാം, ഒരു മൊബൈല് മാത്രമേ വാട്സപ്പും മറ്റ് നെറ്റും കണക്ഷനും ഉണ്ടാൻ വേണ്ടി ഒന്നുമില്ല, ഒക്കെ ഞാൻ ഏതായാലും ഒരു സമ്മാനം കൊടുക്കാം. പറയാം, ദുബായിലെ ജൈറയിൽ ഞാൻ നടന്നു പോകുമ്പോൾ നിന്നെ ഞാൻ ഓർത്തുപോയി. ഏതൊരു പെണ്ണിനോട് നിങ്ങൾ പറഞ്ഞു വേണ്ടി നിന്നെ ഞാൻ ഓർക്കാതൊരു ദിവസം ഞാൻ കിടക്കാറില്ല. നിങ്ങളെ ഭാര്യനോട് പറഞ്ഞു ഒക്കെ എന്തോ ഒരു ഇഷ്ടം ഉണ്ടാവും. പെണ്ണെപ്പോഴും മഹബത്ത് കാ സമന്ദർ ഹേ,
സ്നേഹത്തിന്റെ സമുദ്രമാണ് പെണ്ണ്. ആ പെണ്ണ് ആഗ്രഹിക്കുന്നത് ആ സ്നേഹ സമുദ്രത്തിലൂടെ കപ്പലോടിച്ചു പോകാൻ പറ്റാവുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് അല്ലെങ്കിൽ ഒരു ഭർത്താവിനെയാണ് ആ പെണ്ണിന് ആവശ്യം. എപ്പോഴും ശല്യപ്പെടുത്തുന്ന ഒരാളാണെങ്കിൽ മഹാവെറുപ്പായിരിക്കും ആ പെണ്ണിനോട്, ഭർത്താവിനോട്. നിങ്ങൾ ആലോചിച്ചു നോക്കണേ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് സ്നേഹമാണ് പെണ്ണിനെ കീഴ്പ്പെടുത്തേണ്ടത്. സ്നേഹം കൊണ്ടാണ്. സാധാരണ പറയാറുള്ള പെണ്ണൊരു വള്ളീന്റെ വഴിയാണ്. വള്ളി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, കുരുമുളകിന്റെ വള്ളി എപ്പോഴും ഒരു വൃക്ഷം ആവശ്യമാണ്. ഒരു വള്ളി, ആ വള്ളി അങ്ങനെ പടർന്ന് പിടിച്ചു പോകാനൊരു വൃക്ഷം ആവശ്യമാണ് അല്ലേ? ചാരാനൊരു സ്ഥലം വേണം പെണ്ണിന്. ആ പെണ്ണിന് ചാരാനുള്ള സ്ഥലമേതാണ്? ഭർത്താവാകുന്ന പുരുഷനാണ്. ചാരാൻ ഭർത്താവാകുന്ന പുരുഷൻ നിന്നുകൊടുത്തില്ലേ? ചാരാൻ നിന്നു കൊടുക്കുന്ന ആളാരാണോ അവിടെ പോയി പെണ്ണ് ചാരുന്നതാണ് വിഷയം. അവിടെ പോയി പെണ്ണു ചാരും. കൊണ്ട് പറയാൻ നിർമ്മലമായ സ്നേഹം നൽകണം. ആ സ്നേഹം വർദ്ധിപ്പിക്കാൻ പറ്റാവുന്ന ഒന്ന് ഇടയ്ക്കിടയ്ക്ക് സമ്മാനങ്ങൾ നൽകലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ മംഗളത്തിന്റെ ഡേറ്റ് ഓർമ്മയുള്ള എത്ര ആൾക്കാരുടെ കൈവക്കാൻ ഒന്നോ രണ്ടോ ആൾക്കാരുടെ മംഗളത്തിന്റെ ഡേറ്റ്? അപ്പൊ നിങ്ങൾ പറയും അങ്ങനെ ഒരു വാർഷിക ആഘോഷിക്കലൊന്നും ഇസ്ലാമിലില്ലല്ലോ, അങ്ങനെ വാർഷിക ആഘോഷം ഇസ്ലാമികാന്ന് കരുതി ആഘോഷിക്കണ്ട. ഏതായാലും മംഗലം കഴിഞ്ഞ നമ്മളോട് പറയാം, നമ്മളൊരു കിലോ ആട്ടർച്ച് വാങ്ങാം. നമ്മളെ മംഗലം കഴിഞ്ഞ ദിവസം ഒരു വാക്ക് മതി ഒരു പെണ്ണിന് സന്തോഷം. നിങ്ങളതൊക്കെ ഓർക്കുന്നു, അവളുമായി ചേർന്ന ദിവസങ്ങളൊക്കെ ഓർക്കുന്നു എന്നത് അവരുടെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കും. സമ്മാനം. പിന്നെയോ മഹാനായ റസൂലുള്ളാഹി നല്ല പോലെ ശ്രദ്ധിക്കണം. പെണ്ണിനെ തന്റെ പെണ്ണിനെ ഞാൻ പലപ്പോഴും പല ആൾക്കാരും ഒതുക്കിയിട്ടില്ലെങ്ങനെ കണ്ണു ചിലവര് പരാജയ ഭീഷണി മൂന്ന് മൊയ്യുതട്ടോ ഓലിങ്ങനെ ബാഗിലിട്ട് നടക്കല. എപ്പോഴും മൂന്ന് മൊയ്യ മൂന്ന് തലാഖ് മൂന്ന് മൊയ്യ ഓലിങ്ങനെ ബാഗിലിട്ട് നടക്കാം. ചില ആളുകൾ വരുതിയിൽ നിർത്താറുള്ളത് അങ്ങനെയാണ്. പെണ്ണിനെ കീഴ്പ്പെടുത്തേണ്ടത് സ്നേഹം കൊണ്ടാണ്. പറഞ്ഞു സ്നേഹം പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ ഭാര്യയോടുള്ള സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കണേ. നബിയുനാ റസൂലുള്ളാഹി എനിക്ക് എന്നോട് വല്ലാത്ത സ്നേഹം പറയണം. പെണ്ണിനെ കീഴ്പ്പെടുത്താനുള്ള വഴി എന്റെ ജീവിതത്തിൽ എന്നോട് എന്റെ കൂടെയുള്ള സഹപ്രവർത്തകർ ആ വിഷയം പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, വളരെ വല്ലാത്ത ഈ കഴിഞ്ഞ ആഴ്ചയാണ്, ഈ വെള്ളിയാഴ്ച അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ചയാണ് ഖത്തർന്ന് പറഞ്ഞത്. ശനിയാഴ്ച നാട്ടിലിറങ്ങി. അന്ന് എന്നിട്ട് ആരോ മക്കാമിന്റെ പുരുഷന്റെ പരിപാടി ഒരു ദിവസം മുമ്പ് വരേണ്ടതായിരുന്നു. പക്ഷെ പാസ്പോർട്ട് കാണാനല്ലേ വരാൻ നോക്കണം. നാട്ടിൽ വരാൻ നോക്കണം, പാസ്പോർട്ട് കാണില്ല. വ്യാഴാഴ്ച രാത്രി വരേണ്ട അന്ന് പെട്ടിയൊക്കെ കെട്ടി എയർപോർട്ടിൽ പോകണം. പാസ്പോർട്ട് എവിടെ? കുറച്ച് നേരം വൈകിയ റൂമിൽ എന്തെങ്കിലും കുറെ സ്ഥലത്ത് പോയിട്ട് പാസ്പോർട്ട് എങ്ങനെ നോക്കിയിട്ടും കാണില്ല. അവസാനം ഫ്ലൈറ്റ്. പിന്നെ അവസാനത്തെ ഞങ്ങൾ എല്ലാവരും തിരഞ്ഞു നോക്കുന്ന സമയത്ത് ലഗേജിലുണ്ട് പാസ്പോർട്ട്. അപ്പൊ ലഗേജ് കെട്ടിയത് ഞാനല്ല, ലഗേജ് കെട്ടിയ ആൾക്കാർ പാസ്പോർട്ടിന്റെ കവർ മുതലിട്ട് കെട്ടിയതാണ്. ഒരു ദിവസം വൈകി. വെള്ളിയാഴ്ച എത്തേണ്ടത് ശനിയാഴ്ച. എപ്പോഴും പെണ്ണിന്റെ താല്പര്യം, പെണ്ണിന് ഒരു പരിഗണന നൽകുന്ന ഒരു തോന്നലുണ്ടായാൽ ആ പെണ്ണ് നിങ്ങളോട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാന്റെ ഹബീബിന്റെ അധ്യാപന ആലോചന. അപ്പൊ ഞാൻ അങ്ങനെ വെള്ളിയാഴ്ച എത്താൻ പറ്റില്ല. പിന്നെ വെള്ളിയാഴ്ച രാത്രി ശനിയാഴ്ച രാവിലെ എന്റെ ബേജാറ് പോലും പഠിച്ചു. ഞാൻ എങ്ങനെ വീട്ടിലിറങ്ങിയിട്ട് പെട്ടി എന്റെ വീട്ടിൽ വെച്ചിട്ട് ഭാര്യനോട് പറയാൻ ഞാൻ അതിന് പോവാം. ആ സാധുവിന് തോന്നൂലേ ഈ ചങ്ങായിക്ക് വഴഞ്ഞും കൂടി തിന്നിട്ടില്ല. ഞാൻ എങ്ങനെ ആലോചിച്ചു, പ്രതിസന്ധിയില്ല. വീട്ടിലെത്തി പെട്ടിയൊക്കെ അവിടെ വെച്ചു. ഞാൻ അങ്ങനെ ആലോചിച്ച് കുറെ നേരം ഇങ്ങനെ കടന്ന് ഞാൻ എന്ത് ചെയ്യണം? ഒരുപാട് ഞാൻ ആലോചിച്ചു. ഞാൻ എന്താ ചെയ്യാം? ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ഉമ്മാനോട് വിഷയം പറഞ്ഞു. ഞങ്ങാനൊന്ന് വേദന പോക്കെ ഞാൻ കാണിച്ചു. എത്ര വലിയ ഹദ്ദാണെങ്കിലും ഹാജ പോജാണെങ്കിലും ഉമ്മാന്റെ മുമ്പിലും ഉമ്മാക്ക് ഉമ്മാന്റെ മുട്ടി കുട്ടി തന്നെയാണ്. ഉമ്മ അറിഞ്ഞിട്ട് വേദന പോകാൻ പാടില്ല. എനിക്ക് വലിയ സന്തോഷമായി. കാരണം എന്താ, ഉമ്മാനെ നടുക്ക് നിർത്തി എനിക്ക് രക്ഷപ്പെടാലോ. അപ്പോഴാണ് ആ നാട്ടുകാർ ഉമ്മാക്ക് വിളിച്ചപ്പോ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് ശരി, ഉമ്മ പോകാൻ സമ്മതിക്കില്ല. ഒരു കാരണവശാലും
തല കുത്തി പറഞ്ഞാൽ ഞാൻ വരില്ല. ഉമ്മ പോണ്ട, ഞാൻ പോവാ. അപ്പൊ ഒരു ഉമ്മാനെ വിളിച്ചു. ഉമ്മാനോട് കുറെ ഉമ്മ ആദ്യം പറഞ്ഞ ഓന് ഭാര്യയില്ലേ, കുട്ടികളിലെ കുടുംബല്ലേ, എങ്ങളെ മനസ്സിലാക്കില്ല എന്നൊക്കെ ഉമ്മ കുറെ ചോദിച്ചു. അവസാനം ആ മനുഷ്യൻ എന്ത് വർത്താനാ പറഞ്ഞെന്നറിയില്ല. കുറച്ച് കഴിഞ്ഞ ഉമ്മ നേരെ മാറി. അപ്പൊ അയാൾ ഉമ്മ, ഞാൻ ഉമ്മാനോട് അവസാനം പറഞ്ഞൊരു വാക്ക്, ഇനിയും ഉമ്മാന്റെ കുട്ടിയിൽ മനസ്സിലാക്കണം എന്നാ ഞാൻ പറഞ്ഞത്. അതിൽ അമ്മ പോയി. ഉമ്മ സാധനം കണ്ടിട്ടില്ല. അല്ല, ഉമ്മനോട് എന്നാ പിന്നെ ഉമ്മാന്റെ കുട്ടി വേഗം പോയി വയറുന്നത്. അപ്പോൾ ഞാൻ കുടുങ്ങിയല്ലോ. എന്റെ ഭാര്യയോട് ഞാനെന്ന് പറയും. ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണല്ലോ, ഞാനെന്താ ചെയ്യാം. ചില ആൾക്കാർക്ക് ഭാര്യയുടെ അഭിപ്രായം ചോദിക്കാൻ ഭയങ്കര മടിയാണ്. ഭാര്യയോട് അഭിപ്രായം ഏതൊരു കാര്യമുണ്ടോ ഭാര്യയോട് മഷ്വറ ചെയ്യും. ഭാര്യ പറഞ്ഞാൽ കേൾക്കണമെന്നില്ല, മഷ്വറ ചെയ്താൽ മതി. ചില മഹാന്മാര് പറഞ്ഞ് ഭാര്യയോട് മഷ്വറ ചെയ്യാൻ ഓരെന്താ പറഞ്ഞ നേരെ എതിര് ചെയ്താൽ മതി, നാല് വർഷത്തുണ്ടാവും. അതെ, എല്ലാ ഭാര്യയെ കുറിച്ചല്ല കേട്ടോ. എപ്പോഴും വൈകുന്നേരം ചിന്തിക്കണ, ഇടത്തോട്ട് ചിന്തിക്കണ പെണ്ണുണ്ട്. അങ്ങനത്തെ പെണ്ണുങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. എല്ലാ പെണ്ണുങ്ങളെ കുറിച്ചുമല്ല, നല്ല അഭിപ്രായം പറയുന്ന നല്ല പെണ്ണുങ്ങളുണ്ടാവും. എന്റെ ഭാര്യന്റെ സ്വഭാവം നോക്കിയിട്ട് അങ്ങയിൽ തീരുമാനിക്കാന്നാ പറഞ്ഞിട്ട് അമീർ. അല്ലാതെ ചില ആളുകളുണ്ട് ഭാര്യമാര് പറഞ്ഞ മുഴുവൻ കേൾക്കും. ഭാര്യമാര് പറഞ്ഞ മുഴുവൻ കേട്ടാൽ ചില അബദ്ധത്തിൽ ചെന്ന് വീഴും. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്. ഒരിക്കൽ വലിയൊരു മനുഷ്യനായിരുന്നു അമീർ ഖുസ്രു എന്ന് പറഞ്ഞത്. അമീർ ഖുസ്രു വലിയ ഭരണാധികാരിയാണ്, ഭയങ്കര ഉഷാറാണ്. അയാൾക്ക് അബദ്ധം പറ്റിയതേ, അയാൾ ആ ഭാര്യ പറഞ്ഞു അപ്പോഴും തന്നെ കേട്ടു. അതേമാതിരി കേട്ടു, അപ്പുറം ചിരിച്ചിലപ്പുറം ചിരിച്ചു. ഇയാൾ ഒരിക്കൽ എന്റെ കൊട്ടാരത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഇവർ രണ്ടുപേരും കൊട്ടാര മുറ്റത്തിൽ ഇങ്ങനെ സംസാരിച്ചിരുന്നു. ഈ അമീർ ഖുസ്രു ആണെങ്കിലോ ഇയാൾക്ക് മത്സ്യം വല്ലാത്ത മത്സ്യം എന്ന് പറഞ്ഞാൽ അയാളെ വീക്ക്നെസ്. ഇയാളിങ്ങനെ കൊട്ടാര മുറ്റത്തിരിക്കുന്ന സമയത്താണ് ഒരു മത്സ്യക്കച്ചവടക്കാരൻ മത്സ്യം ഇങ്ങനെ നടന്നു പോകുന്നത്. അമീർ ഖുസ്രുവും മത്സ്യക്കച്ചവടക്കാരനെ കണ്ടപ്പോ അയാളെ വാടോ, ഈ മത്സ്യം വിൽക്കാനുള്ളതാണോ? അയാൾ പറഞ്ഞു അതെ. അമീർ ഖുസ്രു നോക്കുമ്പോൾ നല്ല മത്സ്യം, അവർക്ക് ഇഷ്ടപ്പെട്ടു. വിലയൊന്നും ചോദിക്കില്ല, വില ചോദിക്കലൊക്കെ മോശം. വലിയ രാജാവ് 1 രൂപയ്ക്ക് 10 തരുമെന്നൊക്കെ ചോദിക്കുന്ന മോശം. മൂപ്പരാ മത്സ്യം കൊണ്ട് വാങ്ങിയത് 4000 ദിർഹം. വില ഒന്നും പറയാം. ഈ മത്സ്യക്കച്ചവടക്കാരൻ്റെ എണ്ണി നോക്കുമ്പോ 4000 രൂപ. അയാൾ ഭയങ്കര ലാഭയാത്ര. ഇയാളിങ്ങനെ സന്തോഷിച്ചു പോണ സമയത്ത് അമീർ ഖുസ്രുവിന്റെ ഭാര്യ തൊട്ടടുത്ത്. ഭാര്യ അമീർ ഖുസ്രുവിനോട് പറഞ്ഞു, നിങ്ങളെന്ത് പൊട്ടത്തരം ചെയ്തത്? ഈ 2 മത്സ്യത്തിന് 4000 ദിർഹം. നിങ്ങളെ പട്ടാളക്കാർക്ക് നിങ്ങൾ കൊടുക്കുന്ന ശമ്പളം 1500. ഈ പട്ടാളക്കാർ മുഴുവൻ നാളെ പോയിട്ട് മാർക്കറ്റിൽ പോയി മീൻ വാങ്ങി കൊടുത്തിട്ട് മീൻ കച്ചവടം വെച്ച് കൊടുക്കും. 4000 ദിർഹം നിങ്ങൾ ഒറ്റ പ്രവണ ഈ 2 മത്സ്യത്തിന് കൊടുക്കുക. അപ്പൊ ഇയാൾ പറഞ്ഞു, എന്ത് ചെയ്യാൻ? കൊടുത്തുപോയില്ലേ? ഞാൻ തിരിച്ചു വാങ്ങണ മോശല്ലേ? ഇവള് പറഞ്ഞു, ഇവിടെ തിരിച്ചു വാങ്ങിക്കളി. അപ്പൊ പറഞ്ഞു, ഞാൻ തിരിച്ചു വാങ്ങിയ ആള് പിന്നെ നാട്ടിൽ ചെന്നിട്ട് പറയാ, രാജാവ് എനിക്ക് തന്ന പൈസ തിരിച്ചു വാങ്ങി മോശമാണ്. അപ്പൊ ഇവള് പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനെ വാങ്ങണ്ട, ഞാൻ എന്നൊരു ഐഡിയ പറഞ്ഞില്ല. പെണ്ണുങ്ങൾക്ക് വേഗോടുള്ള ഐഡിയ. ഇവളോട് ചോദിച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. നിങ്ങൾ അയാളെ വിളിച്ചിട്ട് ചോദിക്കുക, ഈ മീൻ ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കും. ഓള് പറയാണ്, അയാൾ പറയണം ആണാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു പെൺമത്സ്യായിരുന്നു ആവശ്യം. ഞാനത് പറയാൻ മറന്നുപോയതാണ്, നിങ്ങൾ തിരിച്ചെടുത്തിന്റെ പൈസ തിരിച്ചെന്നാലും പറഞ്ഞാൽ പെണ്ണാന്ന് അയാൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ പറയേണ്ടത് കാൺമത്സ്യാണ് ആവശ്യം, ഇത് പെണ്ണല്ലേ, അതുകൊണ്ട് എന്റെ പൈസ തിരിച്ചെടുത്തോളി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ രാജാവ് എന്നാ പിന്നെ ഓളും തെറ്റിക്കണ്ട, ഇയാള് ഇവിടെ വാടോ, ഇതാണാണോ പെണ്ണാണോ? ഈ മീൻ കച്ചവടക്കാരൻ മഹാവളവനാണ്. അയാൾ പറഞ്ഞു, രാജാവ് ഇതാണോ അല്ല പെണ്ണും അല്ല, ആണോ പെണ്ണോ അല്ലാത്തില്ല. അപ്പൊ രാജാവിന് മറുപടി വല്ലാതെ ഇഷ്ടപ്പെട്ടു. രാജാവ് ഒരു 4000 രൂപ കൊടുക്കാൻ പറഞ്ഞു. 4000 പോയതിന്റെ ടെൻഷനാണ് തിരിച്ചു വാങ്ങാൻ പറഞ്ഞു. അപ്പൊ 8000 രൂപ. ഇയാളെ സന്തോഷം പിന്നെ പറയണോ? ഇയാള് ചാടി പോണ സമയത്ത് ഇയാളെ കൊട്ടേ 100 രൂപ താഴത്ത് പോണപ്പോ ഇയാളെ പൊട്ടിയും പട്ടിയും അടച്ചിട്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന കണ്ടപ്പോ ഈ രാജാവിനോട് രാജ്ഞി പറഞ്ഞു, അല്ല രാജാവേ, അങ്ങ് ഈ ജാതി പണത്തോട് അലച്ചയുള്ള മനുഷ്യനാ, പിന്നെ 4000 നിങ്ങൾക്ക് ലജ്ജയില്ലെന്നൊക്കെ ചോദിച്ചപ്പോ ഇയാൾക്ക് ലജ്ജയില്ല. അങ്ങനെയുള്ള ചില പെണ്ണുകൾ വർത്തമാനം പറഞ്ഞാൽ ഇയാൾക്ക് തോന്നും ഞാനൊരു മഹാപൊട്ടൻ തന്നെയാണ്. ഓള് പൊട്ടനാക്കുമ്പോ ഇയാൾക്ക് ഞാൻ പൊട്ടനാണ്. അപ്പൊ ഇയാൾ ഇയാൾക്ക് ശരി തന്നെ, ഈ ജാതി ലജ്ജയില്ല, ഈ ജാതി ചങ്ങായിക്കാൻ ഞാൻ പൈസ കൊടുത്തു. അയാൾ ഇവിടെ വാടോ, നേരത്തെ 4000 ദിർഹമല്ലേ കിട്ടിയുള്ളൂ. രണ്ടാമത് ഞാൻ ഒരു 4000 സന്തോഷത്തിന്റെ പേര് 8000 ആയി. അതിന് ഉറപ്പ് പോയി എന്തിനാണ് ഇത്ര ഇഷ്ടപ്പെട്ട് 1 ഉറുപ്പ് എടുക്കാനും ഈ കാര്യം
ഒരു രൂപയോടുള്ള സ്നേഹമല്ല, മറിച്ച് അങ്ങ് തന്ന ഈ നാണയങ്ങളുടെ കൂട്ടത്തിൽ ഒരു നാണയത്തിന്റെ പുറത്തങ്ങയുടെ പേരും മറുഭാഗത്തങ്ങയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. എന്റെ വട്ടിയിൽ നിന്ന് ഒരു റുപ്യ താഴേക്ക് വീണപ്പോൾ ഞാൻ ചിന്തിച്ചു, പഠിച്ചോൻ എന്റെ രാജാവിന്റെ പേരും എന്റെ രാജാവിന്റെ ഫോട്ടോയുമുള്ള നാണയമാണ് നിലത്താ വീണതെങ്കിൽ അതിലൂടെ നടന്നു വരുന്ന ആളുകൾ ആ നാണയത്തിൽ അങ്ങ് ചവിട്ടിയാൽ എന്റെ രാജാവിനോടുള്ള അവമതിക്കലും അതേപോലെ അനാദരവുമാവില്ലേ? ഞാൻ ആലോചിച്ചിട്ട് അതാണോ നോക്കാൻ വന്നതാ. അപ്പൊ രാജാവിനായി മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഏത് നബി അങ്ങനെയല്ല പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, നിങ്ങളെ ചർച്ചകളിൽ പങ്കാളികളാകണം, യാത്രകളിൽ പങ്കാളികളാകണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആലോചിക്കണം, യുദ്ധം നടന്നാൽ യാത്രയല്ലല്ലോ, യുദ്ധം നടന്ന ടൂറല്ല, ഭയങ്കര പ്രതിസന്ധികളുടെ യാത്രയാണ് യുദ്ധം. വാളുകളും വാളുകളും നമ്മൾ ഏറ്റുമുട്ടുന്ന രംഗമാണല്ലോ യുദ്ധം. തൗഹീദ് കി അമാനത് സീനോ മേ ഹേ ഹമാരേ ആസാൻ ഹി മിഠാനാ നമോ നിശാൻ ഹമാരാ. വാളും വാളും തമ്മിലുള്ള സംഘർഷണമാണല്ലോ യുദ്ധത്തിൽ നടക്കുന്നത്, പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന രംഗം. ആ യാത്രയിൽ പോലും പുണ്യനബി തന്റെ ഭാര്യമാരെ കൂടെ കൂട്ടം അറക്കിട്ടായിരുന്നു ഭാര്യമാരെ കൂടെ കൂട്ടിയിരുന്നത് എന്ന് കാണാം. റസൂലുള്ളാഹി അതുകൊണ്ട് തന്നെ പഠിപ്പിച്ചു, നിങ്ങളുടെ യാത്രകളിൽ നിങ്ങളുടെ ഭാര്യമാരെ ഒപ്പം കൂട്ടണം. ഭാര്യനെ കൂട്ടിക്കൊണ്ടുള്ള കഴിവുള്ളവനാണോ? കൂട്ടിയിട്ടില്ലേ? ചിലപ്പോൾ ചില ആൾക്കാരുണ്ട് ദുബായിൽ ഒരു വിസിറ്റിംഗ് കൊണ്ടുപോയി കാണിച്ചിട്ട് കൊണ്ടുവരും. വിസിറ്റിങ്ങിന് കൊണ്ടുപോയി നിങ്ങൾ സ്ഥിരമായി കൂട്ടാൻ കൊണ്ടാവാതെ ഉദ്ദേശിച്ച് വിസിറ്റിങ്ങിന് കൊണ്ടുപോയോ, പിന്നെ ഓളെ സംശയം മനസ്സിന് പോകില്ല. കാരണം ദുബായ് ചിലൊക്കെ തിരിച്ചു, കാരണം ദുബായ് കണ്ടവർക്കറിയാം. പിന്നെ ആ ജീവിതത്തിൽ നിന്ന് അലോസരപ്പെടുത്തലുകൾ നീ പോകാൻ വലിയ പ്രയാസം. യാത്രകളിൽ അവരെ പങ്കുകൊള്ളിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി എന്തിനേറെ ആലിമീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഹജ്ജ് യാത്രകളും ഉംറ യാത്രയും ഒക്കെ ചെയ്യുമ്പോൾ ഭാര്യമാരെ കൂടെ കൂട്ടൽ സുന്നത്താണ്. ഹജ്ജ് യാത്രയിൽ ഭാര്യമാരെ കൂടെ കൊണ്ടുപോവാ സുന്നത്താണ്. ഹജ്ജിന് പോവാ ഭർത്താവ് ഭാര്യനെ കൂടെ കൂടാ. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ഓളെ കൂട്ടി എന്റെ ഹജ്ജ് ശരിയാവൂല. അങ്ങനെ ഒരാളിനോട് ഒന്ന് പറഞ്ഞു, സാറേ നിങ്ങളെടുത്ത് ഒരു സീറ്റ് ഉണ്ട് ഹജ്ജിന്. ഞാൻ ചോദിച്ചെന്റെ ഒരു സീറ്റ് ആർക്ക് കാണും? അല്ല എനിക്കല്ല, എന്റെ ഭാര്യക്കാണ്. നമ്മളൊരു സീറ്റ് ഹജ്ജിന് ഒരു സീറ്റ് തരുമോ? അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഹജ്ജ് ചെയ്തു? ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല, ഞാൻ അടുത്ത കൊല്ലം പോവാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ 2 സീറ്റ്. അപ്പൊ സീറ്റ് ഇല്ല കേട്ടോ, നിങ്ങൾ ഹജ്ജിന് സീറ്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വിചാരിക്കരുത്. ഞാൻ പറഞ്ഞു, സീറ്റില്ല, നിങ്ങൾ എവിടെ പോയിട്ട് അന്വേഷിക്കുമ്പോഴും നിങ്ങളെ ഭാര്യനെ കൂടി കൂട്ടിയിട്ട് പോയിക്കോളൂ. ഈ ഭാര്യനെ ഹജ്ജിന് പോകുമ്പോൾ കൂട്ടൽ സുന്നത്താണ്. അത് പറ്റില്ല. ഞാൻ ചോദിച്ചു എന്താ? ഞാൻ പറഞ്ഞു, പിന്നെ ഞങ്ങൾ ആദ്യം ചെയ്താൽ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ സ്വത്തില്ലാത്തോണ്ടാണ്? എന്നോടൊന്നല്ല, എന്റെ പൈസ കൊണ്ട് ഓള് പോകണമെന്നാണ്. ഞാൻ പൈസ കൊടുത്തിട്ട് അവളെ പറഞ്ഞേക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ പോകണ്ടേ, നിങ്ങൾക്ക് നിർബന്ധമല്ലേ? അപ്പൊ എന്നോട് പറഞ്ഞു, ഓള് പോയി ചെയ്ത് വന്നോട്ടെ, എന്നിട്ട് ഞാൻ പോയിക്കോളാം. ഞാൻ ചോദിച്ചു, എന്നോട് പറഞ്ഞു, ഓളെ മുളമ്പാണ് ഞാൻ പോണതെങ്കിൽ പിന്നെ ഒരു കൊല്ലം ഓളെ പറഞ്ഞേക്കണം, എനിക്ക് ഒരു സ്വൈര്യം കിട്ടില്ല. ഓളെ കൂടെയാണ് ഞാൻ പോണതെങ്കിലും ഒരു ഹജ്ജ് ശരിയാവൂല. 45 കൊല്ലം ഒരുമിച്ച് ജീവിച്ച ആൾക്കാർ പറയാം, ഓളെ കൂടെ ഞാൻ ഹജ്ജിന് പോണതെങ്കിൽ നിന്റെ ഹജ്ജ് ശരിയാവൂല. അപ്പൊ ഞാൻ ആലോചിക്കണം, പിന്നെ ആ ജീവിതത്തിന്റെ അർത്ഥം എന്താ? ആ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഒരു പെണ്ണിനെ കീയൊതുക്കാൻ എല്ലാ കാര്യത്തിലും ഓളും പരിഗണിക്കുന്നുണ്ട് എന്ന ഒരു സ്വഭാവം നിങ്ങൾ വരുത്തി തീർക്കണം. ഞാൻ അവസാനം എന്റെ ഭാര്യ എന്താ പറയാ, പരിപാടിക്ക് പോകണമെന്ന് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്, എന്താ ചെയ്യേണ്ടത്? ഞാൻ അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്തോളി. ഒറ്റ വാക്കിൽ അങ്ങനെ പറയാം. മനസ്സിലായല്ലോ, നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്തോളി എന്നല്ല, ഇഷ്ടമുള്ള ചെയ്തോളി പറഞ്ഞ എല്ലാ പറഞ്ഞു. ചില ആൾക്കാർ മനസ്സിലാക്കണ്ട, അത് നമ്മൾ ഇഷ്ടം ചെയ്യാൻ ഓള് പറഞ്ഞില്ല. വാക്കിൽ നിന്ന് ചില ധ്വനികളുണ്ടാകും. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഒക്കെ പറയൂ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലമാണ്. ആ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു പെണ്ണ് കടന്നു വരുന്നത്. ഒരു പെണ്ണ് കടന്നു വന്നുകൊണ്ട് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, തന്റെ ഭർത്താവിനെ കുറിച്ച് പറയാൻ ഞാൻ ഓർക്കുന്നു, അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണെന്ന് തോന്നുന്നു. അവരുടെ ഭാര്യയാണ് സ്വഹാബിയുടെ ഭാര്യ. അവർ വന്നുകൊണ്ട് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമർ തങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രാത്രി മുഴുവൻ നിസ്കരിക്കല, പകൽ മുഴുവൻ
ഉണ്ടായിരുന്ന മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു പറഞ്ഞു ഉമർ തങ്ങളെ ആ പെണ്ണ പറഞ്ഞൊരു പരാതി പറഞ്ഞതാണ്. ആ പെണ്ണ പറഞ്ഞതൊരു പരാതിയാണ്. എന്റെ ഭർത്താവിനെ കുറിച്ച് പരാതി. പെണ്ണ് പറഞ്ഞതാ, എന്റെ ഭർത്താവ് രാത്രി മുഴുവൻ നിസ്കാരമാണ്, പകൽ മുഴുവൻ നോമ്പാണ്. കേട്ടപ്പോൾ വിചാരിച്ചു എന്റെ ഭർത്താവ് എത്ര നല്ല ഭർത്താവാണ്. അപ്പോഴാണ് മഹാനായ സ്വഹാബി പറഞ്ഞു കൊടുത്തത്, ഉമർ തങ്ങളെ അത് തന്റെ ഭർത്താവിനെ കുറിച്ചുള്ള പരാതിയാണ്. ഓരോ തിരക്കിലും പെട്ടെന്ന് ഓടിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പരാതി. അയാള് രാത്രി മുഴുവൻ പള്ളിയിലാണ്, പകല് മുഴുവൻ നോമ്പാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മളായിട്ടൊരു ബന്ധമില്ല എന്നാണ് പറഞ്ഞത്. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിനോടുള്ള പരാതിയായിരുന്നു അത്. അവസാനം സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ച് ഉപദേശിച്ച സംഭവം പറയുന്നുണ്ട്. ഇഷ്ടംപോലെ ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി ഇത് ലെവലല്ല. പിന്നെ അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് ചെയ്യണം. അപ്പൊ എന്നോട് ചോദിച്ചു ഇനിയിപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഞങ്ങൾ കേൾച്ചു. ഞാൻ പറഞ്ഞു അവരോട് നീ പോണ്ടെന്ന് പറഞ്ഞ ഞാൻ പോകില്ല, നീ പോണ്ടെന്ന് പറഞ്ഞ ഞാൻ പോകില്ല. അപ്പൊ കമ്മറ്റിക്കാർ ചീത്തറിയില്ല, കമ്മറ്റിക്കാർ ചീത്തറിഞ്ഞിട്ട് ഓല് പെടുത്ത് വരുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഒക്കെ മനസ്സിലായി ഓളെ ഞാൻ പരിഗണിക്കണം. അപ്പൊ എന്നോട് എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോളി, ഒരു കിടങ്ങാറാണ്. പെണ്ണിനെപ്പോഴും പരിഗണിക്കപ്പെടുന്നു എന്ന ഒരു തോന്നൽ, ആ തോന്നൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടിയാൽ ഏതൊരു പെണ്ണും ഭർത്താവിന് കീഴിൽ അതെല്ലാം നമ്മൾ ഈ പറഞ്ഞ സ്നേഹത്തിന്റെ വിഷയത്തിന്റെ ഭാഗമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി വിഷയം അവസാനിക്കുന്നില്ലല്ലോ, ഒരു ഭാഗം തന്നെ നമ്മൾ പറഞ്ഞു തീർത്തില്ല. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അടുത്ത കാര്യം റസൂലുള്ള പഠിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും അനാവശ്യമായി നിന്റെ പെണ്ണിനെ നീ സംശയിക്കാൻ പാടില്ല. സംശയിച്ചാൽ നിന്റെ ജീവിതം പിന്നെ നിനക്ക് അലോസരമായി. ഒരു സഹാബി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നല്ലോ, റസൂലുള്ളാഹിനോട് പറഞ്ഞു നബിയേ ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്, ഞാൻ എന്റെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞതെന്താ? റസൂലുള്ളാഹി പറഞ്ഞു, സഹോദരാ ഒരിക്കലും നീ നിന്റെ ഭാര്യയെ അകാരണമായി സംശയിക്കരുത്. സംശയമില്ലാതെ അവിടെ നിന്റെ ഭാര്യയെ സമീപിക്കേണ്ടത്. പിന്നെ നബി വീണ്ടും പറഞ്ഞു നീ ഭക്ഷണം കഴിക്കുമ്പോൾ അവൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആന്തരികമായ ഒരു സൂചന എന്താ? ഒപ്പം ഭക്ഷണം കഴിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒപ്പം ഭക്ഷണം കഴിക്കണം ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ആരെങ്കിലും ഉണ്ടാവൂന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചര്യ എന്തായിരുന്നുവെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ സയ്യിദുനാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കാൻ നബി ഞാൻ ഒപ്പം ഭക്ഷണം കഴിക്കുമായിരുന്നു. ഞാൻ വെള്ളം കുടിച്ച അതേ കോപ്പയിലാ റസൂലുള്ള വെള്ളം കുടിക്കാം. ഇന്ന് ഭാര്യക്ക് ഭർത്താവിന് വിശ്വാസം തന്നെയില്ല. അതുകൊണ്ട് ഓൻ കുടിച്ചാൽ കൊണ്ടുപോയിട്ട് മറ്റേതില്ല എന്തായാലും പറയും ഫയറിട്ട്, വെറും വെള്ളം കൊണ്ടല്ല ഫയറിട്ട് കഴിഞ്ഞിട്ട് ഭാര്യ കഴിച്ച പ്ലേറ്റ് ഭാര്യയെ കുറിച്ച് പൂർണ്ണമായ ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് ഭാര്യ കഴിച്ച പ്ലേറ്റ് കഴുകിയാലും പോരാ, പിന്നെ ഓള് കാണാതെ ഇയാൾ കൊണ്ട് കേൾക്കണം. ആ ജാതി വിശ്വാസം അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഞാൻ കടിച്ച മാംസത്തിന്റെ കഷ്ണം എന്റെ കയ്യിൽ നിന്ന് വാങ്ങി റസൂലുള്ള കഴിക്കുമായിരുന്നു. സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാ പോരാ, സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ ഭർത്താവിനോട് പറഞ്ഞതെന്താ? ഒരു ഭാര്യയുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ പാർപ്പിടത്തിന്റെ ചുമതല ആർക്കാണ്? ഭർത്താവിനാണ്. എനിക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെ ഭാര്യന്റെ അപ്പാന്റെ തലയിൽ ഇത് വന്നത്. എനിക്കത് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് തോന്നും 13 കൊല്ലം ചോറ് നിന്നിട്ട് കൂറ് മലപ്പുറം തന്നെയല്ലേ? ഇയാള് 13 കൊല്ലം കണ്ണൂർ ജില്ലയിലെ ചോറ് തിന്നിട്ട് ഇയാള് പറഞ്ഞ വർത്താനം കേട്ടില്ലേ? കൂറുപ്പൊഴിയാൾക്ക് മലപ്പുറത്താണ്. ആ കൂറിന്റെ പേരിലല്ല പറയുന്നത്. എങ്ങനെയാണ് പാർപ്പിടത്തിന്റെ ഉത്തരവാദിത്തം പെണ്ണിന്റെ
കടയിൽ വന്നത് വിശുദ്ധ ദീൻ അത് പഠിപ്പിച്ചില്ല. ഒരു ഭാര്യക്കുള്ള ഭക്ഷണം കണ്ണൂർ ജില്ലയിലെ സിസ്റ്റം വല്ലാത്ത നല്ല സിസ്റ്റമാണ്. ഓരോരുത്തർ അവനാശ അനുഭവം പറയാം. വേറെ ചില ആൾക്കാരെ പറയാം ഒരാളിനോട് അതെ ഈ ആണുങ്ങൾ കണ്ണൂർ ജില്ലയിലെ ഹലാലക്കായി പോയത് ഈ സിസ്റ്റം കൊണ്ടാണ്. വേറൊരാൾ പറയാം ഭയങ്കര ഉഷാറസ്ഥാണ് ഈ സിസ്റ്റം. ഇപ്പൊ എന്താ രണ്ടാളി അനുഭവം വെച്ചെത്താം. അപ്പൊ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോ എന്താ ഒരാൾ പെരൻ ഉണ്ടാക്കിയില്ല, അയാൾക്ക് 3-4 കുട്ടികളുണ്ട്, ഒരു കുട്ടിക്ക് 20 വയസ്സുണ്ടായി. അപ്പൊ അയാൾ അതെ അയാൾ ഈ സിസ്റ്റം നല്ല സിസ്റ്റമാണെന്ന് പറയാൻ കാരണം നമുക്ക് മനസ്സിലായില്ല. അയാൾ ആകെ മാസത്തിൽ ഭാര്യ വെച്ചിട്ട് കൊടുക്കൽ 1500 രൂപയാണ്. ചെലവിന് 1500 അഞ്ചാക്കി ചെലവിന് കൊടുക്കുന്ന 1500. പെണ്ണോട് പറഞ്ഞു ഇയാൾ വീടുണ്ടാക്കിയ കരണ്ടിന്റെ പൈസ കൊടുക്കേണ്ടി വരും 4500. അയാൾക്ക് എത്രയോ ലാഭമാണ്. ഭാര്യയുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ പാർപ്പിടം, ഇതിന്റെ ചുമതല പുരുഷന്റെ കയ്യിലാണ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കേണ്ട ദൗത്യം പുരുഷന്റേതാണ്, ഭർത്താവിന്റേതാണ്. റിജാലു ഖവാമൂന അലൻ നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്. കൊടുക്കണം എന്ന് വിശുദ്ധമായ ദീൻ. ചെലവിന് കൊടുക്കണം. ചെലവിന് ഒരു ഭർത്താവ് കൊടുത്തില്ലെങ്കിലോ റസൂലുള്ളാഹി പറയാം ചെലവിന് കൊടുക്കാത്ത ദീനെ പഠിപ്പിക്കുന്നത് മാത്രമല്ല നിങ്ങൾ അനുഭവം പരിശോധിച്ചുകൊണ്ട് ചെലവിന് കൊടുക്കാത്ത ഭർത്താവിനെ കുറിച്ച് പെണ്ണിന് അഭിപ്രായം പുച്ഛ മനോഭാവമാകും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്നു. ഭാര്യ റസൂലുള്ളാഹിയോട് പറഞ്ഞു നബിയേ അബൂ സുഫിയാൻ മഹാപിശുക്കനാണ്. റസൂലുള്ളാഹിയോട് വന്നാടെ പരാതി ഇല്ലാ മസല ചോദിക്കാം. യാ റസൂലല്ലാഹ് അയാൾ എനിക്കും മക്കൾക്കും ചെലവിന് വരുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളത് നീ അയാളുടെ സ്വത്തിൽ നിന്ന് എടുത്തോളൂ. അപ്പൊ ഒരു ഭർത്താവ് ചെലവിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭർത്താവിൽ നിന്ന് ഈ പെണ്ണിന് ചെലവിന് ആവശ്യമായത് പെണ്ണിന് എടുക്കാവുന്നതാണ്. ഭർത്താവ് അറിഞ്ഞുകൊള്ളണം എന്നില്ല. അല്ലാതെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയുണ്ടൊരു ചോദ്യം. ചില ആൾക്കാരൊക്കെ പറയില്ല സാറേ കുപ്പായിട്ടാ പൈസ കുറെ കാലം കള്ളന്മാരെ തെരഞ്ഞു നോക്കി, പിന്നെ മനസ്സിലായത് വലിയ കള്ളത്തിന്റെ ഉള്ളിലല്ലേ. ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്നൊരു പെണ്ണിനെ പണപ്പെടുത്താൻ പറ്റുമോ? എപ്പോഴാ പറ്റുക? ഭർത്താവ് ചെലവിന് കൊടുത്തില്ലെങ്കിൽ എടുക്കാം. ഇങ്ങനെ വിശുദ്ധമായ ദീൻ എല്ലാ ഭാഗങ്ങളിലേക്കും കയറി വന്ന് സംസാരിക്കുന്നുണ്ട്. ഒറ്റ പോയിന്റ് കൂടെ പറഞ്ഞുകൊണ്ട് ഈ വിഷയം തീർന്നില്ല. പെണ്ണുങ്ങൾ കഴിച്ചിലായി, സമയം കഴിഞ്ഞു. പെണ്ണു ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. സന്തുഷ്ടമായ കുടുംബ ജീവിതത്തിന് പെണ്ണു ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. സമയം തീർന്നത് കൊണ്ട് അൽഹംദുലില്ലാഹ് എന്റെ അമ്മമാര് കഴിച്ചിലായി. അങ്ങനെ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്തു തരേണ്ടതുണ്ട് ഈ സദസ്സിൽ. 500 അവസരം നമുക്ക് കിട്ടണം. ആ ബാക്കി പറയും. ഇതെന്നെ പറഞ്ഞു തീർന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും കേട്ടോളിട്ടോ, ഏറ്റവും വലിയ കുടുംബ ജീവിതത്തിൽ സന്തോഷകരമായ ജീവിതം ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവുക. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകുക. റസൂലുള്ളാഹി പറഞ്ഞല്ലോ പെണ്ണു സൃഷ്ടിക്കപ്പെട്ടത് ഭർത്താവ് വളഞ്ഞ ഭാര്യയിൽ നിന്നാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പെണ്ണിന്റെ സൃഷ്ടിപ്പ് പുരുഷന്റെ ഇടത്തെ എല്ലിലെ ഏറ്റവും മുകളിലെ വാരിയിൽ നിന്നാണ്. ഏറ്റവും മുകളിലെ വാരിയലിന്റെ പ്രത്യേകത എന്താ? എല്ലിങ്ങനെ വളഞ്ഞിരിക്കും. പെണ്ണിന്റെ സ്വഭാവത്തിൽ ആ വളച്ചിലുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നീ ആ ബലം ഒറ്റയടിക്ക് നിവർത്താൻ പോയാൽ ആ ബലം പൊട്ടി ഒറ്റയടിക്ക് നീ നിവർത്താൻ പോകണ്ട, തീരെ നിവർത്താതിരിക്കുകയും ചെയ്യണ്ട. വളഞ്ഞു ചുരുണ്ടു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു പെണ്ണിനോട് ഒരു പുരുഷൻ എങ്ങനെ പെരുമാറണമെന്ന് ഇത്ര സുന്ദരമായി അവതരിപ്പിച്ച മറ്റൊരു വചനങ്ങൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് വിട്ടുവീഴ്ച മനോഭാവം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാണ്. വിട്ടുവീഴ്ച മനോഭാവം അതാണ് കുടുംബ ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ആയുധമതാണ്. ഇല്ലെങ്കിലും തർക്ക വിതർക്കങ്ങളും പ്രശ്ന കലുഷിതവുമായിരിക്കും നമ്മുടെ കുടുംബ ജീവിതം. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു മഹാനവർകൾ
പോലും പരാജയപ്പെട്ടു കൊടുത്തത് എവിടെയാണ്? ഉമർ റളിയല്ലാഹു അൻഹു തോറ്റു കൊടുത്തത് എവിടെയെങ്കിലും ഭാര്യന്റെ മുമ്പിലാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി നിങ്ങൾ ആലോചിച്ച് തോറ്റു കൊടുത്തത് ആരുടെ മുമ്പിലാ? ഭാര്യമാരുടെ മുമ്പിലാണ്. ആലോചിച്ച് ആയിഷ ബീവി റസൂൽ ഒരു കോട്ടം കൊടുത്തത്. നിങ്ങൾ നാളെ എല്ലാവരും കൂടി ട്രൗസർ എടുത്തിട്ട് റോഡിലൂടെ ഓടാൻ നിൽക്കണ്ടേ? ഇതുവരെ പെണ്ണിനോട് നടക്കണം ഡോക്ടറൊക്കെ പറഞ്ഞപ്പോ പെണ്ണ് വീട്ടിന്റെ പുറത്ത് ചുറ്റുവാ നടന്നു. നല്ല വേദാണ് ഉസ്താദ് പറഞ്ഞ് നാളെ മുതൽ റോഡിലൂടെ തന്നെ നടക്കാനെന്ന് വിചാരിക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഓട്ട മത്സരം നടത്തി. ആരും കാണുന്നില്ല. രഹസ്യമായി വീടിന്റെ കത്തളത്തിൽ വീടിന്റെ ചുറ്റുഭാഗത്താരും കാണുന്നില്ല. ഓട്ട മത്സരം നടത്തുക. ഞങ്ങൾ ആലോചിച്ചു നോക്കും. പുണ്യനബി ചില ആൾക്കാർക്ക് ധാരണ അറിയാം, ഭാര്യന്റെ മുമ്പിൽ എല്ലാ സംഗതിയും പറയാൻ പാടില്ല, കുറച്ചൊക്കെ മറച്ചു വെക്കണം. പിന്നല്ല വേറെ ചില ആൾക്കാർ വലിയ സ്റ്റാറ്റസ് കാണിക്കാറുള്ളത് ഭാര്യ. ഞാനങ്ങനെ കുറഞ്ഞു പോകാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കാൻ മഹാനായ നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബ് ഓട്ട മത്സരം നടത്തി. ആദ്യത്തെ പ്രാവശ്യം റസൂലുള്ളാഹി ജയിച്ചു. അപ്പോൾ ആയിഷ ബീവി ടെൻഷൻ. ഒന്നുകൂടി ഓട്ട മത്സരം നടത്തി. രണ്ടാമത്തെ തവണ റസൂലുള്ളാഹി ജയിക്കാം. പക്ഷേ റസൂലുള്ളാഹി എന്തായിരുന്നു? തോറ്റു കൊടുത്തു ആയിഷ ബീവി. ഓട്ടത്തിലൊന്ന് പിന്തി ആയിഷ ബീവി വിജയിച്ചു. ആയിഷ ബീവിക്ക് സന്തോഷമായി. ആയിഷ ബീവി തന്നെ റസൂലുള്ളാഹിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ, ഈ വിഷയം ചേർന്നില്ല. ആയിഷ ബീവി പറയുകയാണ്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന് വെളിയിൽ വലിയ മനുഷ്യനായിരുന്ന റസൂലുള്ളാഹി വീട്ടിനകത്തേക്ക് കയറി വന്നാൽ കൊച്ചു കുട്ടികളെ പോലെയായിരുന്നുവെന്ന സയ്യിദത്തുനാ ആയിഷ. ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് സമർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരൊറ്റ വാക്ക് നിങ്ങൾക്ക് സമർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുണ്യനബിയുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിനകത്തേക്ക് കയറി വന്നാൽ കൊച്ചു കുട്ടികളെ പോലെയായിരുന്നു. ആയിഷ ബീവി പറയാ, റസൂലുള്ളാഹി ഞങ്ങളുടെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരും, ഞങ്ങളുടെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരും എന്നതാ ആയിഷ ബീവിയുടെ മനോഭാവം എന്താണോ അതിനനുസരിച്ച് ആയിഷ ബീവിയോട് പെരുമാറാം. സൗദാ ബീവിയുടെ മനോഭാവം എന്താണോ അതനുസരിച്ചാണ് സൗദാ ബീവിയോട് പെരുമാറുക. സഫിയ ബീവിയുടെ മനോഭാവം എന്താണോ അതനുസരിച്ചാണ് സഫിയ ബീവിയോട് പെരുമാറുക. നമ്മൾ നേരെ ഓപ്പോസിറ്റ് മനസ്സിലാക്കണം. ഞമ്മക്കനുസരിച്ച് ഭാര്യ വളർന്നു തരണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പുണ്യനബിയുടെ അധ്യാപനം നേരെ കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ആ ജീവിതത്തിന്റെ വഴിധാരയിലേക്ക് പുണ്യനബി കാണിച്ച വെളിച്ചത്തിലേക്ക് നടന്നെടുക്കലാണ് കുടുംബത്തിന്റെ കലഹങ്ങൾ ഇല്ലാതെയാകാനുള്ള പരിഹാര മാർഗമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരിമാർ ചെയ്യേണ്ട കാര്യങ്ങളെ പോലും നമ്മൾ പറഞ്ഞിട്ടില്ല. അടുത്ത ഒരു പരിപാടിയിൽ നമ്മളത് പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാളെ നമ്മുടെ വിഷയം ഖബർ എന്ന മണിയറയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഖബർ എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ പറയും. ഭൂമിയിൽ എന്താണ് കുറേയൊക്കെ തിരിഞ്ഞല്ലോ അല്ലേ? ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ എന്താണ് തിരിഞ്ഞോ? ഇല്ല, പക്ഷെ തിരിഞ്ഞോല് കുറച്ചൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ മനസ്സിലായി. ഖബറിലെന്താ ചൊവ്വയിൽ ചിലതൊക്കെ എല്ലാം വെള്ളം ഉണ്ടോ ചോദിച്ചപ്പോ ചിലരുണ്ട്, ചിലരില്ല. ചില ആൾക്കാർ പറഞ്ഞു ആറുണ്ട്, ചിലര് പറഞ്ഞു ചൊവ്വ ഭൂമിയെ പോലെ തന്നെയാണ്, പക്ഷെ ജീവിക്കാൻ പറ്റാവുന്ന ചില സാഹചര്യങ്ങളിൽ പ്രതിസന്ധിയുണ്ട്, ഓക്സിജനൊക്കെ കുറവാണ്. അപ്പൊ ചിലര് പറഞ്ഞു ഇവിടുന്ന് കൊണ്ടുപോയാൽ മതി. അപ്പൊ ചിലര് ഇവിടുന്ന് പാക്കറ്റിലാക്കി കൊണ്ടുപോകണം. അപ്പോൾ പറഞ്ഞു ഇവിടുന്ന് പൈപ്പ് ലൈൻ ഇട്ടാൽ മതി. അപ്പൊ അത് കരാറെടുക്കാൻ വരെ ആൾക്കാർ അത് പ്രഖ്യാപിച്ച കരാറെടുക്കാൻ റെഡി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് പ്രഖ്യാപിച്ചാൽ ചൊവ്വയിലേക്ക് പോകാൻ പോവാണ്. അപ്പൊ അവിടെയുള്ള വിഷയം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. നല്ല ശ്രദ്ധിക്കണം. ചൊവ്വയിലുണ്ട് എന്ന് നമ്മൾ ചെറിയ രീതിയിൽ അറിഞ്ഞിട്ടുണ്ട്. ചന്ദ്രനിൽ എന്ത് എന്ന് നീലാം സ്ട്രോങ് പോയപ്പോൾ ചിലതൊക്കെ പറഞ്ഞു തന്നു. ആകർഷണബലം കുറവാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയില്ല. അങ്ങനെ പറക്കായിരിക്കും. അപ്പൊ പറക്കാനുള്ള പൂതിലുള്ള ചന്ദ്രനിലേക്ക് പോയാൽ സ്വന്തം പറക്കാനുള്ള പൂതിലുള്ള ചന്ദ്രനിലേക്ക് പോയാൽ മതി. ആകർഷണ ബലം കുറവാണ്. ഗ്രാവിറ്റി ഇല്ല ചന്ദ്രനിൽ എന്നവർ പറഞ്ഞു. ഇപ്പോൾ പുതിയ ചില ഗോളങ്ങളും ഗ്രഹങ്ങളും കണ്ടെത്തി
കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിമാനം കണ്ടിട്ടില്ല എന്നൊരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമല്ല. പഠിച്ചു കണ്ടുകൊണ്ടിരിക്കുക. കടലിനെ ആഴി എന്തിരിക്കുന്നുവെന്ന് കടലിലേക്ക് ഒളിച്ചു പോയ മനുഷ്യൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഖബറിനുള്ളിൽ എന്തൊക്കെ രംഗങ്ങളാ കാണാൻ പോകുന്നത്? ഖബർ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? ഹബീബായ റസൂലുള്ളാഹി നമ്മുടെ നാളത്തെ വിഷയം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നേരത്തെ തന്നെ എല്ലാവരും എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദുആക്കുത്തരമുള്ള സദസ്സാക്കി തെരുമാറാകട്ടെ. ദീർഘമായി ദുആ ചെയ്യും. ഇന്നും ഒരു ചെറിയ ദുആയോടുകൂടെ അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പല പ്രയാസങ്ങളുള്ള ആളുകളെ സല്ലല്ലാഹു അവരുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ റബ്ബേ അവരുടെ രോഗങ്ങൾ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. എല്ലാവരും ആ പ്രതിസന്ധി നീങ്ങിക്കിട്ടാൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് 7 തവണ ഖുർആൻ പറഞ്ഞ ദിക്റാണ്. യൂനുസ് നബി അലൈഹിസ്സലാം അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് യൂനുസ് അലൈഹിസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തിയതുകൊണ്ടാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലൗലാ കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമിദ്ദീൻ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിക്ർ ചൊല്ലിയതുകൊണ്ട് മനസ്സിൽ വെച്ച് 7 തവണ لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. ഭാര്യ ക്യാൻസറായി കിടക്കുന്ന ഒരു സഹോദരൻ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി നമ്മളോട് ഏൽപ്പിച്ചിട്ടുണ്ട്. കാരുണ്യവാനായ അല്ലാഹുവേ, ദയാലുവായ റബ്ബേ, ആ സഹോദരിയുടെ രോഗം നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. രോഗം നൽകിയ റബ്ബേ, അതിന്റെ കാരണങ്ങൾ അറിയുന്ന അല്ലാഹ്, അതൊഴിഞ്ഞു പോകാനുള്ള മാർഗങ്ങളും അറിയുന്ന റബ്ബേ, ആ രോഗാണുക്കൾ നീ നിർമ്മാർജ്ജനം ചെയ്യണേ റബ്ബേ. ചെയ്യുന്ന ചികിത്സ നീ ഫലപ്രദമാക്കി കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബം വല്ലാത്ത വിഷമത്തിലാണ്, അവർക്ക് നീ ഇതിൽ നിന്ന് മോചനം നൽകണേ അല്ലാഹ്. ആ സഹോദരിക്ക് വേദനക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ആ മക്കളെ ഉമ്മമാരില്ലാത്ത മക്കളാക്കി മാറ്റല്ല തമ്പുരാനെ. റബ്ബനാ, കുടുംബമകപ്പെട്ട പരീക്ഷണത്തിൽ നിന്ന് ആ കുടുംബത്തിന് നീ രക്ഷ നൽകണേ അല്ലാഹ്. അതിനു മുമ്പ് നിങ്ങളോട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മഖാം പുതുക്കി പണിയുകയാണ്. മഖാം ശരീഫ് പുതുക്കി പണിയാണ്. അതിന്റെ പിന്നിൽ
മഖാമ് പുതുക്കിപ്പണിയാന്ന് പറഞ്ഞാൽ അതിന്റെ ബിൽഡിംഗ് പുതുക്കിപ്പണിയുന്നു എന്നാണ്. കുറെ കാലായി ദ്രവിച്ചു നശിക്കാറായതുകൊണ്ട് പുതുക്കിപ്പണിയുകയാണ്. അതിന്റെ എസ്റ്റിമേറ്റ് ഒന്നിവിടെ അതിന്റെ എസ്റ്റിമേറ്റ് ഒന്ന് ഞാനിവിടെ വായിച്ചു. ഞാൻ വാദിനൊക്കെ സമയം ചെലവാക്കാത്ത ഞങ്ങളോട് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ പൂർത്തിയാക്കുന്ന ഗതിയില്ല. വരുമ്പായി ആളുകളുടെ സ്വഭാവം എങ്ങനെ ഇതിന് മുമ്പൊക്കെ പലപ്പോഴും ഞാൻ കണ്ടാണ്. പറയേണ്ട താമസമുള്ളത് ഏറ്റെടുത്ത് പൂർത്തിയാക്കാൻ. അതുകൊണ്ട് വാദിനൊക്കെ ഞാൻ ആ സമയം നീക്കി വെക്കാത്തത് പരമാവധി കാര്യങ്ങൾ പഠിക്കുക എന്ന ലക്ഷ്യത്തിലാണ്. അല്ലാഹു എല്ലാ കാര്യവും നമുക്ക് വിജയത്തിൽ എത്തിച്ചു തരുമാറാകട്ടെ. ഞാനിതൊന്ന് നോക്കുന്ന സമയത്ത് വളരെ ചെറിയതാണ്. കമ്പി 7 മെട്രിക് ടൺ. 7 മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 7 ടൺ 7000 കിലോ. 7 ടൺ 7000 കിലോ അല്ലേ? സിമന്റ് 500 ബാഗ്, 500 പാക്കറ്റ് സിമന്റ്. ജെല്ലി 2500 അടി. പൂഴി 2000 അടി. ജനൽ 12 എണ്ണം. അപ്പൊ 12 ആൾക്കാർ ഓരോ ജനൽ എടുത്താൽ ജനൽ കിട്ടി. ഞാൻ കഴിയുള്ള പരിപാടി. കട്ടില 4 എണ്ണം. ഓരോ കട്ടില ഓരോരുത്തർ കൊടുക്കും. കല്ല് 2000 അല്ലേ? 2000. മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്നത് 27 ലക്ഷം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലേ തീരുമ്പോഴത്തെ ഒരു 3 ലക്ഷം കൂടെ കൂട്ടിക്കളി 30 ലക്ഷം. കൂലി 11 ലക്ഷത്തോളം വരും. അപ്പൊ 7000 കിലോ കമ്പി 70 കിൻഡൽ. ഓരോ കിൻഡലും 2 കിൻഡലും 5 കിൻഡലും 10 കിൻഡൽ വീതം തരാണ്. 7 ചാൻസ് തന്നെ ഉള്ളൂ. 10 കിൻഡൽ വീതം പറയണ 7 ചാൻസ്. സിമന്റ് 500 ബാഗ് 100 വീതം പറയണ 5 ചാൻസ്. അൽഹംദുലില്ലാഹ് സിമന്റ് ഒരു സഹോദരൻ ഉദ്ഘാടനം ചെയ്യുന്നു. നെറുവേലിയിലെ ഫൈസൽ എന്ന് പറയുന്ന സഹോദരൻ 100 പാക്കറ്റ് സിമന്റ് മകന്റെ പേരിൽ പ്രിയപ്പെട്ട പിതാവ് നൽകുന്നു. മായിൻ ഹാജിക്ക് നമ്മുടെ ഈ മഹല്ലത്തിന്റെ അഭിമാനമാണ്. പടച്ച റബ്ബ് ആരോഗ്യത്തോടെ ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മകന് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും 100 പാക്കറ്റ് സിമന്റ് പ്രിയപ്പെട്ട പിതാവ് നൽകുന്നു. ആ കുടുംബത്തിന് അല്ലാഹു എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ കുടുംബത്തിൽ വല്ല രോഗികളുമുണ്ടെങ്കിൽ അവരുടെ രോഗം അല്ലാഹുവേ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹുവേ. അവരെ പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ ദീർഘകാലം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കാനും കൂടാനും ഒരുമിക്കാനും ഈ മഹാന് നീ തൗഫീഖ് നൽകണേ റബ്ബേ. 100 പാക്കറ്റ് സിമന്റ് തന്നിട്ട് ഈ സംരംഭത്തിന്റെ ഉദ്ഘാടനം മായിൻ ഹാജിക്ക് നിർവഹിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. 100 പാക്കറ്റ് തരാൻ എത്ര ചാൻസ് ഉണ്ട്? 4. ചാൻസ് വളരെ കുറവാണ്. വേഗം ബുക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു 100 ചാൻസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ ഒരു പേര് ഞാൻ പറഞ്ഞു, എമ്മൻ അബ്ദുൽ ഖാദർ ഹാജി. അദ്ദേഹം ദുബൈയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ. കണ്ണൂർ ജില്ലാ KMCCയുടെ സെക്രട്ടറിയുമാണ്. 100 പാക്കറ്റ് സിമന്റ് അവരെ നമ്മളെ ഈ സദസ്സിലൊന്ന് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളൊക്കെ നിർത്തിച്ചാ പഠിച്ചോന്നെ വെറുതെ വിടും. നിങ്ങളൊക്കെ വലിയ വലിയ വയറ്റുള്ള നിങ്ങൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരിൽ പോയിരുന്നുള്ളൂ. നമ്മൾ ദ്വാരക്കാൻ പോകാം. ഞാനത് പിരിക്കാനൊന്നും നിൽക്കില്ല. ഞാൻ നിങ്ങളോട് വിവരം പറയാം. നാളെ ഞങ്ങളെ തീരുന്നതെന്ന് നോക്കാൻ വരുമ്പായിൽ പറഞ്ഞാൽ മതിയോ? അതല്ല പോക്കറ്റിൽ കയ്യിരണ്ടി വരുമോ? 2 തിരിഞ്ഞ നല്ലതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയും മാത്രമേ ചെയ്യൂ. നിങ്ങൾ നാളെ വരുമ്പോൾ പൂർത്തിയാക്കി. എന്തേ അല്ലാഹു തൗഫീഖ് ചെയ്യും. നിങ്ങളും കൊടുക്കൂല. അശ്റഫായി നിങ്ങൾ കൊടുക്കൂല. ആരാ പ്രസിഡന്റ്? നിങ്ങളും കൊടുക്കൂല. പ്രസിഡന്റ് മുതൽ തുടങ്ങും. പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഉണ്ട്. അവസാനങ്ങൾ വിചാരിക്കേണ്ടതെന്നറിയാം, ഒരു കല്ല് ഞാൻ കൊടുക്കാൻ തന്നെ നമുക്ക് ചാൻസ് ഇല്ല. അതുകൊണ്ട് വേഗം പറഞ്ഞു ഇല്ലെങ്കിലോ ഒക്കെ ഇതിൽ പങ്കാളികൾ. അൽഹംദുലില്ലാഹ് 2000 കല്ല് അശ്റഫാദിക്ക ഭാര്യയുടെ പേരിൽ ഏറ്റിട്ടുണ്ട്. മൂപ്പരത്തെപ്പോഴും ആയിട്ടില്ല. ഭാര്യയ്ക്ക് വേണ്ടി എന്തൊരു വലിയ സ്നേഹം. നമ്മളൊന്ന് പറഞ്ഞ വിശ്വക്കഥ. അൽഹംദുലില്ലാഹ് ഭാര്യയോടുള്ള സ്നേഹം അങ്ങനെയാണ്. ഭാര്യയുടെ പേരിൽ 2000 കല്ല്. നമ്മുടെ മഹലിന്റെ അഭിമാനമാണ് അദ്ദേഹം.
പല കാര്യത്തിലും സജീവമായി മുന്നിട്ട് സ്വന്തം അത് ഏറ്റെടുത്ത് മുൻപന്തിയിൽ നിന്ന് മാതൃക കാണിച്ച് ചെയ്യുന്നവരിലാണ്. 2000 കല്ല് അദ്ദേഹം ഏറ്റെടുത്തപ്പോൾ കല്ലിന്റെ ചാൻസ് പോയിട്ട് ഈ കല്ല് സിമന്റ് 200 300 ചാൻസ് 300 ചാൻസ് ഉള്ളൂ സിമന്റ്. ആ സിമന്റ് ഞാൻ 300 ചാക്കുന്റെ അമ്മമാരെ ഏൽപ്പിക്കാം. നിങ്ങൾ ചെയ്യേണ്ടേ നാളെ വരുന്ന സമയത്ത് ഒരു കവർ എടുക്കുക, കവറിൽ ഒരു കടലാസിൽ എഴുതാം നിങ്ങൾ അവ എന്ത് കൊടുക്കാൻ പറ്റും. 5 ചാക്ക് 10 ചാക്ക് 20 ചാക്ക് 25 ചാക്ക് അങ്ങനെ 30 ആളുകൾ 10 വീതം ചാക്ക് സിമന്റ് തന്നാൽ 300 ചാക്ക് പൂർത്തിയാവും. നിങ്ങൾ പറഞ്ഞ ശരിയാണ്. 300 3 തന്നെ തരാൻ പറ്റുന്നവരുണ്ട്, 300 1 തരാൻ പറ്റുന്നുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാവർക്കും കിടക്കട്ടെ ചാൻസ് അല്ലേ? മദീനയിൽ മരണപ്പെട്ട ജ്യേഷ്ഠന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മഹല്ല് ജമാഅത്തിന്റെ പ്രസിഡന്റ് അബ്ദുള്ള ഹാജി 50 ചാക്ക് മരണപ്പെട്ടു പോയ ഹുസൈൻ ഹാജി അബ്ദുള്ള മാസ്റ്റർക്ക് വേണ്ടി ജ്യേഷ്ഠന് വേണ്ടി ഹുസൈൻ ഹാജിക്ക് 50 ചാക്ക് സിമന്റ് അദ്ദേഹം മരണപ്പെട്ടു പോയ ജ്യേഷ്ഠന് വേണ്ടി നൽകുകയാണ്. ഞാൻ എപ്പോഴും മദീനത്തിൽ എന്നാൽ ജന്നത്തുൽ ബഖീക്ക് കടക്കുമ്പോൾ എനിക്ക് പ്രത്യേക ഓർമ്മ തന്നെ എന്താ പറയുക, വലിയ ഭാഗ്യം കിട്ടുന്ന മനുഷ്യനാണ്. ജന്നത്തുൽ ബഖീന്റെ ആമുഖ ഭാഗത്ത് തന്നെ കടക്കാൻ, തുടക്കത്തിൽ തന്നെ കടക്കാൻ അല്ലാഹു സൗഭാഗ്യം കൊടുത്ത മനുഷ്യനാണ്. അല്ലാഹു നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ മെരുവമ്പായി ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നതിന്റെ തലേന്നാ മരിക്കുന്നത്. ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ എല്ലാ പണിയും കഴിഞ്ഞ് ഖുർആനെ ഖത്ത് ഓതി തീർത്തു. വലിയ സന്തോഷത്തിലാന്ന് കൂടുതലുള്ളവർ പറഞ്ഞു. ഖത്തൊക്കെ തീർത്തു മദീനത്തിൽ നിന്ന് റസൂലുള്ളാഹിന്റെ റൗളൊക്കെ സിയാറത്ത് ചെയ്ത് നാളെ ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ പോകാനുള്ള സന്തോഷത്തിലാണ്. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയും? അദ്ദേഹം വലിയ സന്തോഷത്തിലായിരുന്നു. മാത്രമല്ല മദീനത്തിൽ നിന്നും മെരുവമ്പായി മഖാമിലേക്ക് വേണ്ടി ഒരു പച്ച പുതപ്പൊക്കെ കൊടുത്തൊരു വാങ്ങി വെച്ച് റെഡിയായിട്ട് മൂപ്പര് ഇഹ്റാം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം ലോകത്തോട് ഇവിടെ പറയുന്നത്. വല്ലാത്ത സൗഭാഗ്യം മരിക്കാൻ ചെയ്യുന്ന നല്ല മനുഷ്യന്മാർക്ക് മരിക്കാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാൻ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ സ്ഥാനം അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ജ്യേഷ്ഠന് വേണ്ടി സഹോദരൻ ചെയ്ത സ്വതക്കയുടെ ഫലം അല്ലാഹു അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ മഹാനെ സ്നേഹിച്ച ആളായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് മദീനത്ത് പോയപ്പോ മൂപ്പർക്ക് ഓർമ്മ എന്താ പറയുക, ഭാര്യക്കൊരു പർദ്ദ വാങ്ങാൻ, മക്കൾക്ക് വേണ്ടി പർദ്ദ, കുട്ടികൾക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങാന്നല്ല, മെരുവമ്പായി മഖാമ് കിടക്കണം മഹാന്റെ മഖാമിലേക്ക് ഒരു പച്ച പുതപ്പ് വാങ്ങാം. ഒരു സ്നേഹമാണ്, എന്തൊരു സ്നേഹമാണ്. ഞാൻ ഓർക്കുന്നു അവിചാരിതമാണ്. പേരിലാവാം ആ മഹാൻ ജ്യേഷ്ഠന്റെ പേരിൽ ഈ മഹാന്റെ പേരിൽ ഒരു 50 ചാക്ക് സിമന്റ് കൊടുക്കാമെന്ന് സഹോദരൻ തീരുമാനിച്ചു. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. 250 ചാക്കിന് ചാൻസ് ഉള്ളൂ. ഇതിപ്പോ അബ്ദുൽ ഖാദർ ഹാജി മരണപ്പെട്ടു പോയ വാപ്പാക്കും ഇതിപ്പോ തീരുട്ടോ. പിന്നെ ഞാൻ പറയുന്നില്ല, കെ അബ്ദുൽ ഖാദർ മരിച്ചുപോയ വാപ്പാക്കും 50 പാക്കറ്റ് സിമന്റ് അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ നീ അല്ലാഹുവേ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അതിന്റെ പ്രതിഫലം ആ പിതാവിന്റെയും മാതാവിന്റെയും ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ദ്വാരക്കാൻ പോകുന്ന ഒരു സദസ്സിനെ കണ്ടപ്പോ അദ്ദേഹത്തിന് ഓർമ്മയത് തന്റെ വാപ്പാനിമായി. അതുകൊണ്ടാണ് 50 ചാക്ക് വാപ്പ. സ്നേഹം വാപ്പയോടും ഉമ്മയോടും കാണിച്ച സ്നേഹം നീ ഖബൂൽ ചെയ്യണം അല്ലാഹുവേ റബ്ബേ. അതുകൊണ്ട് തന്നെ ആ സഹോദരനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എന്റെ വാപ്പാക്ക് ഒരാമീൻ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് 50 ചാക്ക് പറഞ്ഞത്. 300 ചാക്ക് സിമന്റായി, ഇനി 200 ഉള്ളൂ. ഇപ്പൊ സിമന്റ് കൊടുക്കാണ്ടാവില്ല എന്നാ എനിക്ക് തോന്നണത്. ബുക്ക് ചെയ്തോളൂ, ഇല്ലെങ്കിൽ ഔട്ടായി. 50 മൂപ്പര് ഉപ്പാക്കും 350 മൈനായിക്കാന്റെ മൈൻകുട്ടേജിന്റെ കൈ നല്ല കൈയാണല്ലോ. അൽഹംദുലില്ലാ. കണ്ണു പറ്റൂല കേട്ടോ മൈനാജി, ആ വേദന നല്ല കൈയാണ്. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. ഞാനിതൊന്നും നിങ്ങളോട് തിരിക്കണമെന്ന് എഴുതിയിട്ടല്ല ഈ പറഞ്ഞത്. എസ്റ്റിമേറ്റ് ഒന്ന് വായിക്കണം, അപ്പൊ തന്നെ നിങ്ങൾ പൂർത്തിയാക്കാം. അപ്പൊ നാളെ ഇത് പൂർത്തിയാവും എന്നുള്ള കാര്യത്തിൽ നിങ്ങളാ പറയണ്ടേ, പൂർത്തിയാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നല്ല, സംശയമേ അങ്ങനെ പറയാം, സംശയമേ ഇല്ല. അല്ലാഹുവേ നീ ഖബൂലാക്കണേ റബ്ബേ. മരിച്ചുപോയ പിതാവിന്റെയും മാതാവിന്റെയും പേരിൽ അബൂബക്കർക്ക് 50 ചാക്ക് സിമന്റ്. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, ബറകത്ത് ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ ആ സഹോദരൻ വാപ്പാക്കും ഉമ്മാക്കും ചെയ്ത സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ ഖബറിലേക്ക് അത് അണമുറിയാത്ത വെളിച്ചമാക്കി എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഞങ്ങളെയും ആ മകനെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. 150 ചാക്കായി 150 ചാക്ക് കൂടി ബാക്കിയാണ്.
ഉമ്മാക്ക് ആഫിയത്തിന് വേണ്ടി ദ്വാരക്കാൻ അവന്റെ പഠിച്ചോനെ ഈ കാലത്ത് എന്തൊരു അനുഭവം ജീവിതത്തിൽ പഠിച്ചോ ഉസ്താദെ ഉമ്മൊന്ന് മരിച്ചു കിട്ടാൻ ദ്വാരക്കാരൻ 313 സംഭാവന എന്റെ ജീവിതത്തിൽ അനുഭവമാണ്. ഞാൻ അത്ഭുതപ്പെടല്ലേ കാലങ്ങനെ ഇതിലാപ്പന്റെ അത്ഭുതം ഉമ്മാക്ക് ദീർഘായുസ് കിട്ടാൻ 10 ചാക്ക്. അല്ലാഹുവേ പഠിച്ചോനെ തന്റെ ഉമ്മയെ ജീവിതകാലം മുഴുവൻ കണ്ടു കഴിയണമെന്ന ഖൽബിന്റെ മോഹമാണ്. സദസ്സിലുണ്ട് റബ്ബേ, ആ ചെറുപ്പക്കാരന്റെ ആമീൻ നീ ഖബൂൽ ചെയ്യ് റബ്ബേ. ആ നീയത്തിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ സദസ്സ് നീ ദുആകുത്തരമുള്ള സദസ്സാക്കണേ അല്ലാഹ്. അവന്റെ മാതാവിന്റെ അസുഖങ്ങളും ക്ഷീണങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. 140 ചാക്ക് സിമന്റ് കൂടി ആവശ്യം. കല്ല് പൂർത്തിയായി 25. ജ്യേഷ്ഠന്റെ തലവേദന മാറാൻ സജീർ എന്ന സഹോദരൻ 25 പാക്കറ്റ് സിമന്റ് അൽഹംദുലില്ലാഹ്. റഹീമീനായ റബ്ബേ സ്വദഖത്തു റബ്ബുൽ ബലായ. എല്ലാ സ്വതക്കകൾക്കെല്ലാം ബുദ്ധിമുട്ടുകളെയും തട്ടിനീക്കാനുള്ള കഴിവുണ്ട് റബ്ബേ. ജ്യേഷ്ഠന്റെ തലവേദന സുഖപ്പെടാനായ സഹോദരൻ ചെയ്ത സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ രോഗം നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. പൂർണ്ണമായ ആഫിയത്ത് ജ്യേഷ്ഠനെ നീ നൽകണേ റബ്ബേ. സ്വതക്ക ചെയ്ത അനുജനം നീ നൽകണേ അല്ലാഹ്. സ്നേഹം കൊണ്ട് കൊടുത്ത സ്വതക്കയാണ്. ഇസ്മൽ എന്ന് പറയുന്ന മകന്റെ പേരിൽ സഭയുടെ മഹല്ലിന്റെ ജോയിന്റ് സെക്രട്ടറി അബ്ദുൽ ഖാദർ കാൻബരിച്ച അതിപ്പോ കഴിയും. കല്ല് കഴിഞ്ഞ് സിമന്റ് കഴിയാൻ പോകുന്നു. മരിച്ചുപോയ മകന്റെ വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ റബ്ബേ ആമീൻ ചൊല്ലാനിരിക്കുന്ന ഒരു സദസ്സിനെ കണ്ടപ്പോ തന്റെ ജീവിതത്തിൽ തന്റെ കൺമുമ്പിൽ മരണപ്പെട്ടു പോയ കൊച്ചുമോനെ ഓർത്തൊരു മനസ്സ് വേദനിക്കുകയാണ് റബ്ബേ. എന്റെ കൺമുമ്പിൽ വെച്ച് മരിച്ചുപോയ മകനെ ഓർത്തിട്ട് അല്ലാഹ് അവന്റെ ഖബർ ജീവിതം നന്നാകണമെന്ന് കരുതിയാണ് ഉപ്പ 50 ചാക്ക് സിമന്റ് മകന്റെ പേരിൽ നൽകുന്നത്. അല്ലാഹ് നീ ആ സ്വതക്ക സ്വീകരിക്കണേ അല്ലാഹ്. ബറക്കത്ത് ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ ആ സഹോദരനെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ആ കൊച്ചുമോനെ സ്വർഗത്തിന്റെ അവകാശികൾ നീ ചേർക്കണേ അല്ലാഹ്. ആ മകനിലൂടെ ആ കുടുംബത്തിനും പിതാവിനും ഉണ്ടായ പരീക്ഷണം അവർക്കും സ്വർഗപ്രവേശനത്തിന് നീ കാരണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ ജീവിതം പൊലിഞ്ഞു പോയ ആ കൊച്ചു സഹോദരനെ സ്വർഗത്തിലെ ഹൗദുൽ കൗസർ കുടിപ്പിക്കുന്ന അല്ലാഹുവേ സ്വർഗത്തിലെ പാനീയവുമായി ഓടി നടക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. 50 പേക്ക് സിമന്റ് ആ കൊച്ചുമോന്റെ പേര് എത്രയായി നിങ്ങള് 415 അല്ലെ 30 10 പിന്നെ ഒരാൾ എത്ര പറഞ്ഞു 10 പറഞ്ഞു അല്ലേ 15 415. ഫൈസൽ പ്രിയപ്പെട്ട അമ്മാക്ക് വേണ്ടി 10 ചാക്ക്. മറിയം എന്ന പിതാവിന് നമ്മളെ പ്രിയപ്പെട്ട ഹനീഫ് കാക്ക 10 ചാക്ക്. ഓർമ്മ നിങ്ങളെ വക 15. അസുഖം സുഖപ്പെടും രോഗം സുഖപ്പെടുത്തി അനിക്കാക്ക 10 ചാക്ക്. ഫൈസൽ എന്ന കുഞ്ഞുമോൻ ഉമ്മാക്ക് വേണ്ടി 10 ചാക്ക്. 10ഉം 10ഉം 20ഉം 15ഉം നിങ്ങൾക്ക് കണക്കറിയോ? 20ഉം 15ഉം 35. ഉസ്താദ് പറഞ്ഞ 15. ഉസ്താദിന്റെ വകല്ലേ കൂട്ടിയപ്പോ പറഞ്ഞ 15. എത്രയായി? 50. ഓൺലി 50. ആ 50 ഓരോ വക. ഞാൻ പറഞ്ഞ ചാൻസ് കേട്ടോ. വേഗം കൂടി പുറത്താവും ഔട്ടാവും. അൽഹംദുലില്ലാഹ് മൈനാജിക്കാത്ത് തുടങ്ങിയത് ഇവിടുന്ന് മുതൽ പൂർത്തിയായി. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. ഇന്ന് പിരിക്കാൻ ഞാൻ വിചാരിച്ചിട്ടേ കേട്ടോ. നിങ്ങൾ തന്നാ ഞാൻ തരണ്ടാന്ന് പറയാൻ പറ്റില്ല. അയ്യൂബ് നബി പറഞ്ഞില്ലേ കാലക്ക് മീത സ്വർണത്തിന്റെ കിളി സ്വർണ്ണം അങ്ങനെ അല്ലാഹു വാരി വിതറി കൊടുത്തപ്പോ അയ്യൂബ് നബി ഇങ്ങനെ വാരി കൊടുക്കാൻ തുടങ്ങി. ആരോ പറഞ്ഞു അല്ലാഹു ഇനി മോഹം തീർന്നില്ല. അപ്പൊ പറഞ്ഞു മോഹം തീരാത്തോണ്ട് എന്റെ റബ്ബ് തരുന്നതല്ലേ ഞാൻ എന്തിനാ ഒഴിവാക്കണം. ആര് ഒരു 50 ചാക്ക് അല്ലേ? ഒരു പേരിന്റെ ജബ്ബാർ സാർ 50 ചാക്ക്. അൽഹംദുലില്ലാഹ് 10-15 ചാക്ക് കൂടിയിട്ടുണ്ടല്ലേ? ഈ കമ്പിണ്ട് 70 കിൻഡൽ 10 കിൻഡൽ വീതം തരാൻ പറ്റാവുന്ന 7 പേർക്ക് ഏറ്റെടുക്കാം. ഓരോ കിൻഡൽ തരാൻ പറ്റാവുന്ന 70 പേർക്ക് ഏറ്റെടുക്കാം. ഞാൻ വിചാരിക്കുന്നത് വീതിച്ചാണ് കൊടുക്കാന്നല്ലേ, കുറച്ച് ആൾക്കാരെ കൂടിക്കോട്ടെ എന്നല്ലേ. ഇതിന്റെ ഗുണം കോൽക്കും കിട്ടട്ടെ. അല്ലാഹു ഖൈറാക്കി പെരുമാറാകട്ടെ. കമ്പി ബാക്കിയുണ്ട്, സിമന്റ് പൂർത്തിയായി, കല്ല് പൂർത്തിയായി, പൂഴി ബാക്കിയുണ്ട്. 2000 അടി പൂഴി, 100 അടി വീതം തരാൻ പറ്റാവുന്ന 20 പേർ.
സിമന്റ് ജെല്ലി ഉണ്ട് 2500 അടി അല്ലെ, 100 അടി വീതം തരാൻ പറ്റാവുന്ന 25 പേര്. 25 പാക്കറ്റ് സിമന്റ്. ആരാണ്? MK ഖാദർ. ഉപ്പാക്കുമ്മാക്കും വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹുവേ, അവർ 3 പേരുടെയും ഖബറിടങ്ങൾ നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. ആ സഹോദരൻ ചെയ്ത സദഖയും നീ സ്വീകരിക്കണേ അല്ലാഹ്. 35 ചാക്ക് 40 ചാക്ക് ഓവറാ. അതുകൊണ്ട് സിമന്റ് സ്റ്റോപ്പ് ചെയ്തു. ഈ നമ്മളീ പറഞ്ഞ പൂഴി, ജെല്ലി, കമ്പി അതാണ് ബാക്കിയുള്ളത്. പിന്നെ പണിക്കൂലി 11 ലക്ഷം രൂപ. അമ്മറാജ് ഖാനോട് പറയാം, 100 ചാക്ക് ഉദ്ദേശിച്ചതിന്റെ പൈസ കമ്പിക്ക് എടുക്കും. സിമന്റ് പൂർത്തി. അമ്മറാജ് ഖാൻ, ഹലോ അമ്മറാജ് ഖാൻ, സിമന്റ് പൂർത്തിയായി പോയല്ലോ. അമ്മറാജ് ഖാൻ, നിങ്ങളാടുന്ന് അള്ളാഹു ഖൈറാക്കി തരും. അമേരിക്കയിൽ നിങ്ങൾ ആലോചിച്ചു വേല കേട്ടുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ സിമന്റ് പൂർത്തിയായി പോയി, ഏറെ കമ്പി ആവശ്യം. ഒരു 10 കിൻഡിലെ കമ്പി കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഒരു 10 കിൻഡിൽ കമ്പി ആയിക്കോട്ടെ അല്ലേ? അൽഹംദുലില്ലാഹ്. അമേരിക്ക ഞങ്ങൾ ആലോചിച്ചു, നമ്മളെ ഇവിടുത്തെക്കാളും വലിയ മനസ്സാണ്. വിദൂരത്തു നിന്ന് കേട്ടിട്ട് 10 കിൻഡൽ കമ്പി ഉമർ ഹാജിയുടെ വക അമേരിക്ക നിങ്ങോട്ട് വിളിച്ചിട്ടാ. ആരും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ആ മനുഷ്യനെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താ, ആരും കാണുന്നില്ല. ഇത്ര പൈസ ചെലവാക്കി അങ്ങോട്ട് വിളിച്ചത്. അല്ലാഹുവേ, ആ വലിയ മനസ്സിന് നീ ഏറെ പ്രതിഫലം നൽകണേ അല്ലാഹുവേ. പടച്ചറബ്ബേ, വിശുദ്ധമായ ദീനിനോട് ആ സഹോദരൻ കാണിച്ച, ഇവിടെ കിടക്കുന്ന ഈ മഹാനോട് ആ സഹോദരൻ കാണിച്ച സ്നേഹം നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. അവരുടെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തുദ്ദേശിച്ചാണ് അവർ ചെയ്തതെങ്കിലും റബ്ബേ, ആ ഉദ്ദേശം നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ നീ പൊറുക്കണേ റബ്ബേ. അവരുടെ ബിസിനസ്സിലും ജോലിയിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അപ്പൊ ഞാൻ 60 കിൻഡല് ബാക്കിയുള്ളൂ. ഇതിപ്പോ പോവേ 10 വീതം ഇതിപ്പോ കഴിയുവേ. നിങ്ങൾക്ക് നാളെ വന്നാൽ ചിലപ്പോൾ കിട്ടൂല. അതിന് 1/2 കിൻഡലിനല്ലേ പറയാം. അങ്ങനെ പറയാം, അങ്ങനെ പറയില്ലേ? ഞാൻ കണക്ക് ഞാൻ കിട്ടാനാ 10 അരി എത്രയായി? 10 കണക്ക് ഞാൻ കിട്ടാൻ ഞാൻ ചിലപ്പോ തെറ്റു. കാരണം കമ്പിയും സിമന്റും കണക്കൊന്നും നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ പറഞ്ഞു അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. രോഗം അല്ലാഹുവേ റബ്ബേ, ആ സദഖ ചെയ്ത സഹോദരന്റെ അല്ലാഹുവേ അവർ ഉദ്ദേശിച്ചത് ആരുടെ രോഗം സുഖപ്പെടണമെന്നാണോ ആ രോഗത്തിന് നീ ശമനം നൽകണേ റബ്ബേ. പൂർണ്ണമായി ശിഫാ നൽകണേ അല്ലാഹ്. ബാക്കി അത്രയും കൂടി ഉണ്ട്. അങ്ങനെ നാളെ വരുമ്പോ എല്ലാവരും 15 ചാക്ക് സിമന്റ്. OSFന്റെ വൈസ് പ്രസിഡന്റ് സാലിം എന്ന സഹോദരന്റെ പിതാവിന്റെ രോഗം സുഖപ്പെടാൻ ഹമുറാഹിമീനായ റബ്ബേ, ആ സഹോദരൻ ചെയ്ത സ്വതക്കയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ പിതാവിന്റെ രോഗം നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. 15 ചാക്ക് സിമന്റിന്റെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടോ. 15 ചാക്കോട് കൂടി സ്റ്റോപ്പ്. അപ്പൊ നിങ്ങൾ സിമന്റ് അധികം നിങ്ങൾ ബാക്കി സിമന്റ് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ അതിന്റെ ക്യാഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഏറെ വരുന്ന സിമന്റിന്റെ ക്യാഷ് നമ്മൾ മറ്റു കൂലിയിലേക്ക് നീക്കുന്നതാണ്. കൂലിയിലേക്ക് നീക്കും. അപ്പൊ നിങ്ങൾ നാളെ വരുമ്പോൾ ചെയ്യേണ്ടത് 1 കിൻഡൽ കമ്പനി കൊടുക്കാൻ പറ്റും. 1 കിൻഡൽ എത്ര? 5000 രൂപ. ഒരു 5000 രൂപ വരെ 1 കിൻഡൽ കമ്പനി. 1 കിൻഡൽ അല്ലേ? പേര്
അപ്പൊ ഇത് ഗൾഫിൽ നിന്ന് നമ്മളെക്കാളും കൂടുതൽ മനുഷ്യന്മാർ കേട്ടുകൊണ്ടിട്ടുണ്ട്. ഓലെ അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന സഹോദരൻ ദുബായിൽ നിന്ന്, നിങ്ങളാരും ദുബായിൽ വേറെ എന്തൊക്കെ കാണാണ്ട്, അതിന്റെ അടുത്ത് ഈ സഹോദരൻ വയല് കേൾക്കാൻ തന്റെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ പോയിരിക്കണം. എന്നിട്ട് അദ്ദേഹം തന്റെ പിതാവിന് വേണ്ടി ദുആ ചെയ്യിപ്പിക്കുകയാണ്. 5 കിൻഡൽ കമ്പി പിതാവിന് വേണ്ടി നമ്മുടെ ഈ മഖാമിന്റെ പണിയിലേക്ക് അദ്ദേഹം നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതിപ്പോ തീരുവേ, ഇതിങ്ങനെ പോയാൽ ഇടപെട 4-5-10 ആൾക്കാർ തീരും. അതുകൊണ്ട് എന്റെ എല്ലാവരോടും പറയാം, ചെറിയ കോലത്തിലെങ്കിൽ എല്ലാവരും വേഗം പങ്കെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ, ആ പിതാവിന്റെ ഖബറിടത്തിലേക്ക് നിന്റെ ഫലം നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. പിതാവിന്റെ ഖബറിടം നീ വെളിച്ചമാക്കണേ അല്ലാഹ്. അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ദുബായിയുടെ മണ്ണിൽ അധ്വാനിക്കാൻ പോയപ്പോഴും പിതാവിനോർത്ത് ആ സഹോദരൻ മാതാപിതാക്കളുള്ള കടപ്പാട് പൂർത്തിയാക്കിയവരിലവർ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. 10, 5, 15 അരി 15.5 കിൻഡൽ കമ്പിയായി. ഇനി എത്ര വേണം? 70 15 പോയാൽ 100 കിലോ, 1 കിൻഡൽ. നീലിമ ഖാദർ ഹാജി രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 1 കിൻഡൽ. റഹ്മാനായ റബ്ബേ, ആ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, ഖാദർ ഹാജിയുടെ അവരുദ്ദേശിച്ചത് ഏത് രോഗത്തിന്റെ ശിഫയാണെങ്കിലും അതിന് നീ ശിഫ നൽകണേ റബ്ബേ. മോചനം നൽകണേ അല്ലാഹ്. പൂർണ്ണ ആരോഗ്യം നൽകണേ റബ്ബേ. ആഫിയത്ത് നൽകണേ അല്ലാഹ്. 16.5 കിൻഡലായി. 70 16 പോലെ എത്ര? 53.5 കിൻഡൽ കമ്പിയുടെ നമുക്ക് വേണം. നാളെ നിങ്ങൾ പൂർത്തിയാക്കൂലേ? ഒരു കിൻഡൽ അല്ലേ? മരിച്ചുപോയ ആ കുട്ടിക്കാർക്ക് വേണ്ടി മകൻ മുഹമ്മദ് 1 കിൻഡൽ. അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. ആ കുട്ടി ഉസ്താദിന് മകൻ മയമീൻ എന്ന് പറഞ്ഞാലേ ശരിയുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് പിന്നെ മയമീൻ, അതാണ് ഞാൻ മുഹമ്മദ് എന്ന് പറഞ്ഞത്. അപ്പൊ ഏത് മുഹമ്മദ്? ഔട്ടിസ്ഥാനി മുഹമ്മദ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയാം, മയമീൻ. അല്ലാഹുവേ, അർഹമുർ റഹീമായ റബ്ബേ, പിതാവിന് വേണ്ടി ആ മകൻ ചെയ്ത സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാഹ്. പിതാവിന്റെ ഖബറിലേക്ക് അതിന്റെ ഫലം നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. വാപ്പയോടുള്ള ആ സ്നേഹം കൊണ്ട് ഈ സദസ്സ് നീ ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കണേ അല്ലാഹ്. 52 കിൻഡൽ കമ്പി വേണം, 2000 അടി കൂലി വേണം, 2500 അടി ജെല്ലി വേണം, 11 ലക്ഷം രൂപ കൂലി വേണം. എന്നാ നമ്മളെ ഈ സംഗതി പൂർത്തിയാവും. ഇൻഷാ അല്ലാഹ് നാളെ പൂർത്തിയാവും നമ്മൾ വിചാരിക്കണേ. 11 ലക്ഷം രൂപ പെണ്ണുങ്ങൾക്ക് വിട്ടൂടെ? ഒരു തകരാറില്ല. നിങ്ങളെല്ലാരും കൊടുത്ത ഓല് 25 ലക്ഷം ഉണ്ട്. 11 ലക്ഷം കൂലി ഉമ്മമാർക്ക് കൊടുത്തൂടെ? ഒരു കുഴപ്പമില്ല. 25 കൊടുക്കാം. നിങ്ങളൊക്കെ ഓൾക്ക് നല്ല കൊടുക്കണം, എന്നാലും ഓല് കൊടുന്നില്ല. എന്നാ കൂലി ഒരു പൂർത്തിയാട്ടെ, ബാക്കി നമുക്ക് നാളെ പൂർത്തിയാക്കാം. നിങ്ങൾ വരുമ്പോ നാളെ ആ തയ്യാറെടുപ്പോടെ വരണം. ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളെ സ്തുതിക്കുന്നു അല്ലാഹ്. ഞങ്ങളുടെ സ്തുതികൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദസ്സ് നീ ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കണേ അല്ലാഹ്. റബ്ബേ, നിന്റെ ഹബീബിലൂടെ കുടുംബ ജീവിതത്തിന്റെ മാതൃക നിന്റെ ഹബീബിലൂടെ നീ പഠിപ്പിച്ചതാ ഞങ്ങൾ ചർച്ച ചെയ്തത് അല്ലാഹ്. ആ ജീവിത ദർശനങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പുണ്യനിമിക്ക് നീ ജീവിതത്തിൽ നൽകിയ സമാധാനം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. റബ്ബനാ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹം നീ രൂഢമൂലമാക്കണേ റബ്ബേ. അകറ്റിക്കളയല്ല റബ്ബേ. മനസ്സ് തമ്മിൽ അകറ്റിക്കളയല്ല അല്ലാഹ്. മനസ്സ് തമ്മിൽ ഒന്നാക്കി തരണേ അല്ലാഹ്. മനസ്സ് തമ്മിലൊന്നാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഹൃദയത്തെ ഹൃദയത്തോട് ചേർക്കണേ അല്ലാഹ്. പിണങ്ങി നിൽക്കുന്നവർ തമ്മിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. തെറ്റി നിൽക്കുന്ന ദമ്പതികൾക്കിടയിൽ സ്നേഹം നൽകണേ അല്ലാഹ്. ഒരുമ നൽകണേ റബ്ബേ. അവരെ ഭിന്നിച്ചു കളയല്ല തമ്പുരാനെ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ക്ഷോഭങ്ങൾ വരുമ്പോൾ ഹൃദയത്തെ പിടിച്ചു നിർത്താൻ ക്ഷമ കൊണ്ട് മറികടക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്.
ബറക്കത്ത് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സ് നീ ദുആക്കുത്തരമുള്ള സദസ്സാക്കണേ അല്ലാ. റഹീമീനായ റബ്ബേ, ഭർത്താക്കന്മാർ തങ്ങളെ വിട്ടേച്ചു പോയിട്ട് വർഷങ്ങളായി തിരിച്ചു വരാത്തതിന്റെ വേദന കടിച്ചിറക്കി കഴിയുന്ന ഉമ്മമാർ സഹോദരിമാരുണ്ട് റബ്ബേ. അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള മനസ്സ് നീ കൊടുക്കണേ റബ്ബേ. കുടുംബത്തിലേക്ക് വന്നു ചേരാനുള്ള മനസ്സ് നൽകണേ അല്ലാ. വിവാഹമോചിതയായ സഹോദരിമാരുണ്ട് റബ്ബേ. അവർക്ക് ഖൈറായ പുനർജീവിതങ്ങൾ നീ നൽകണേ അല്ലാ. ഖൈറായ പുനർബന്ധം അല്ലാഹുവേ, ബന്ധങ്ങൾ നീ പുനഃസ്ഥാപിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റഹീമീനായ അല്ലാ, ജീവിതത്തിൽ അല്ലാഹുവേ വിവാഹ പ്രായത്തിലേക്ക് കടന്നവരുണ്ട്. അവർക്കൊക്കെ നീ അനുയോജ്യമായ ബന്ധങ്ങൾ തരപ്പെടുത്തി കൊടുക്കണേ അല്ലാ. റഹീമീനായ അല്ലാഹുവേ, എത്രയോ ഉമ്മമാരുണ്ട് റബ്ബേ. പെൺമക്കളുടെ കാര്യത്തിൽ കണ്ണുനീർ പൊറുക്കുന്നവരാ, ചിലവരുടെ വിവാഹം കഴിയാത്തതിന്റെ പേരിൽ വേദനിക്കുന്നവരാ. അല്ലാഹുവേ, സാമ്പത്തികമില്ലാത്തതിന്റെ പേരിൽ, അല്ലാഹുവേ സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ, നീളം കൂടിപ്പോയതിന്റെ പേരിൽ, നീളം കുറഞ്ഞു പോയതിന്റെ പേരിൽ ഒക്കെ വിവാഹം മുടങ്ങിക്കിടക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. അല്ലാ റബ്ബനാ, നീളം കൂട്ടിയത് നീയാ, നീളം കുറച്ചത് നീയാ, സൗന്ദര്യം തിരിച്ചു നൽകുന്നതും നീയാ. ഖൈറായ ബന്ധം അവർക്ക് അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഇടനെഞ്ചിന്റെ വേദനയ്ക്ക് നീ പരിഹാരം നൽകല്ലാ. 10-30 വയസ്സായിട്ടും കുടുംബജീവിതം സ്വപ്നം കാണാൻ പോലും കഴിയാതെ കഴിഞ്ഞുകൂടുന്ന പെങ്ങന്മാർ റബ്ബനാ, അവരുടെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുത്ത് പരിഹരിക്കണേ റബ്ബേ. ഖൈറായ ബന്ധങ്ങൾ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. റഹീമീനായ റബ്ബേ, കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. രാജാതിരാജനായ അല്ലാഹുവേ, നിരപരാധികൾ ഒരുപാട് പേര് കേസിൽ കുടുങ്ങിക്കിടക്കുന്നവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. റബ്ബനാ, കേസുകളിൽ ഞങ്ങളെ നീ റഹ്മാനായ അല്ലാഹുവേ, പ്രവാസി സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനായ ഒരു കിബിൽ കമ്പി അല്ലാഹുവേ, അല്ലാഹുവേ, കുടുംബത്തിന്റെയും നാടിന്റെയും നന്മക്കായി നാട് വിട്ട് കടന്നുപോയവർ, ജീവിതം തന്നെ അല്ലാഹുവേ ജീവിതത്തിന്റെ സുഖാഡംബരങ്ങളെ വെടിഞ്ഞ് കടന്നുപോയവർ അല്ലാഹുവേ, അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അവരിൽ പല സഹോദരങ്ങളും റബ്ബേ ജോലി തിരക്കുകൾക്കിടയിലും ഈ വഅദിന്റെ സദസ്സ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരാ. നാടിനോട്, ഇവിടെ കിടക്കുന്ന ഈ മഹാനോടുള്ളവരുടെ സ്നേഹമാണത്. അല്ലാ, അവരുടെ ജോലിയിൽ നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. അവരുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങളൊക്കെ നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ. നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് അതിൽ നിന്ന് നീ രക്ഷ നൽകണേ അല്ലാ. പലരും കുടുംബത്തിന്റെ കാര്യത്തിലേറെ വേദനിക്കുന്നവരാ. അവരുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ അവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നല്ലവരാക്കണേ റബ്ബേ, സമ്മാനികളാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ കരയിപ്പിക്കുന്ന മക്കളാക്കണേ അല്ലാ. റബ്ബനാ, ഒരു ദിവസം ഞങ്ങളിലേക്ക് മരണം കടന്നു വരാനിരിക്കുകയാണ്. ഏത് സമയമാണ്, ദിവസമാണെന്ന് ഞങ്ങൾക്കറിയില്ല. പടച്ച റബ്ബേ, മോശപ്പെട്ട മരണത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. അറിയാതെയുള്ള മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഈമാനില്ലാത്ത മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. മരിക്കുമ്പോ സ്വർഗം കണ്ടില്ല എന്ന് ചരിച്ചു മരണപ്പെടാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. ോടനുബന്ധിച്ചുള്ള വിജ്ഞാന സദസ്സ് കേൾക്കാനായി എത്തിച്ചേർന്നവരുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ പൊറുക്കണേ അല്ലാ. ഈ സദസ്സിലേക്കുള്ള ഓരോ കാൽപാദങ്ങളും നാളെ സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ സഹായിക്കുന്നതാക്കണേ അല്ലാ. റഹീമീനായ റബ്ബേ, റഷീദ് എന്ന് പറയുന്ന സഹോദരൻ സൗദി അറേബ്യയിൽ വെച്ച് കണ്ണിന് ചെറിയ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് നേരിട്ടിട്ടുണ്ട് റബ്ബേ. അല്ലാഹു, അവരുടെ കണ്ണിന്റെ കാഴ്ച സംബന്ധമായ വിഷമങ്ങൾ നീ നീക്കി കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ആരെയും കാഴ്ച നീ എടുത്തു കളയല്ല റബ്ബനാനെ. റഹീമീനായ റബ്ബേ, ഷമീന എന്ന് പറയുന്ന ഒരു സഹോദരി അല്ലാഹുവേ, ക്യാൻസർ രോഗം പിടിപെട്ട് കിടക്കുകയാണ്. അവർക്ക് ഏക മകനുണ്ട് റബ്ബേ. ഇപ്പോൾ ആ മകനും ഇതേ രോഗം പിടിപെട്ടിരിക്കുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്നു റബ്ബേ. ഉമ്മയും മകനുമേറെ പ്രയാസത്തിലാണ് ആ കുടുംബമല്ല. ആ സഹോദരിയുടെ രോഗം നീ സുഖപ്പെടുത്തണേ റബ്ബേ. മകന്റെ രോഗവും നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മറ്റൊരു സഹോദരി ഭർത്താവിന്റെ ദുശ്ശീലം മാറാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. ആ ഭർത്താവിന്റെ ദുശ്ശീലം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്
സൽസ്വഭാവിയാക്കണേ അല്ലാഹ്. അർഹമുർറാഹിമീനായ റബ്ബേ, ഒരു സഹോദരി നിസ്കാരക്കുപ്പായം സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹ് റബ്ബനാ, ഒരു വക്ത് പോലും ഖളാ ആകാതെ നിസ്കരിക്കാൻ ആ സഹോദരിക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. എംബെ അബ്ദുൽ നാസർ എന്ന് പറയുന്ന സഹോദരൻ സൗദി അറേബ്യയിലാണ്. അദ്ദേഹം 5000 ഉറുപ്പിക നമ്മുടെ ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി അദ്ദേഹം വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. കുടുംബത്തിന് വേണ്ടി നെറ്റ് മുഖേന സംഭാവന ചെയ്തതാണ്, വിളിച്ചറിയിച്ചതാണ്. റഹമുർറാഹിമീനായ റബ്ബേ, അദ്ദേഹം കുടുംബത്തിന്റെ സുഖത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. സന്തോഷം നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഏർപ്പാടിൽ നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. മറ്റൊരു സഹോദരന് ഹാർട്ടിന് ബ്ലോക്കുണ്ട്, മറ്റ് അസുഖങ്ങളുമുണ്ട്. അതേപോലെ ക്ഷീണങ്ങളുമൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി കുറെ വർഷമായി ജോലി ചെയ്യുന്നു ഗൾഫിലുള്ള കമ്പനിയിൽ. ഇവരെ ചെയ്യുന്ന ജോലിയുടെ വേതനം കൃത്യമായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാനും അല്ലാഹുവേ, അല്ലാഹ് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിട്ട് പോലും ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. കുടുംബ ഭാരം കൊണ്ടാണ് അല്ലാഹുവേ ആ സഹോദരന്റെ രോഗം നീ സുഖപ്പെടുത്തി കൊടുക്കറപ്പേ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. ജോലിയിൽ നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, കമ്പനിയിൽ നിന്ന് കിട്ടാനുള്ള പണം അദ്ദേഹത്തിന് കിട്ടാനുള്ള വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. KT സിറാജ് എന്ന് പറയുന്ന സഹോദരൻ ഒരു ആക്സിഡന്റിൽ പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പരിക്ക് പറ്റി കിടക്കുന്നു. അർഹമുർറാഹിമീനായ അല്ലാഹുവേ, ആ സഹോദരന്റെ രോഗം നീ സുഖപ്പെടുത്തണേ റബ്ബേ. പരിക്കിൽ നിന്ന് പൂർണ്ണമായ മോചനം നൽകണേ അല്ലാഹ്. ചെയ്യുന്ന ചികിത്സ നീ ഫലപ്രദമാക്കണേ അല്ലാഹ്. ഭാര്യയുടെ ഹാർട്ടിന്റെ ബ്ലോക്ക് മാറിക്കിട്ടാൻ ദുആ ചെയ്യാൻ അല്ലാഹുവേ, ആ സഹോദരന്റെ ഭാര്യയുടെ ഹാർട്ടിന്റെ ബ്ലോക്ക് നീ സുഖപ്പെടുത്തി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ചെയ്യുന്ന കുടിക്കുന്ന മരുന്നതിന്റെ ഫലവത്താക്കി കൊടുക്കണേ അല്ലാഹ്. ഉമ്മയുടെ ഓപ്പറേഷൻ ചെയ്തിട്ട് 2 മാസത്തിലധികമായി ഐസിയുവിലാണ്. പെട്ടെന്ന് സുഖം പ്രാപിച്ച് തിരിച്ചു വരാനല്ല. സ്വന്തം വീട്ടിലെ മെത്തയിൽ ഉമ്മയെ കിടത്തിയിട്ട് പൊന്ന പോലെ നോക്കേണ്ട മകനാണ്. ഐസിയുവിൽ കിടക്കുന്ന ഉമ്മയുടെ കാര്യത്തിൽ വേദനിക്കുന്നത് റബ്ബേ. ആ മാതാവിന് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. എന്ന് പറയുന്ന മകന് 20 വയസ്സായി, കാലിന്റെ സുഖമില്ല, ഹോസ്പിറ്റലിലാണ് റബ്ബേ. അവന്റെ കാലിന്റെ രോഗവും നീ സുഖപ്പെടുത്തണേ അല്ലാഹുവേ. ആരൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുടെ എല്ലാവരുടെയും രോഗവും നീ സുഖപ്പെടുത്തണേ അല്ലാഹുവേ. നടുവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സഹോദരി, ആ സഹോദരിയുടെ പേരിൽ ഈ സദസ്സിലേക്ക് വലിയൊരു സ്വതക്ക സംഭാവന ചെയ്തിട്ടുണ്ട് റബ്ബേ. ആ സഹോദരിയുടെ നടുവേദന നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. ആ സ്വതക്കയുടെ മഹത്വം കൊണ്ട് റബ്ബേ വേദന നീ പമ്പ കടക്കണേ അല്ലാഹുവേ. പടച്ച റബ്ബേ, ചെയ്യുന്ന ചികിത്സ നീ ഫലപ്രദമാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അല്ലാഹുവേ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണല്ലോ. എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച രോഗമുക്തനായി ഞങ്ങളിലേക്ക് തിരിച്ചു വരാനും ദീർഘകാലം ഞങ്ങളോടൊപ്പം അല്ലാഹുവേ ദീനീ ഖിദ്മത്തിനായി കഴിഞ്ഞുകൂടാനും ഞങ്ങൾക്ക് നേതൃത്വം നൽകാനും അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. പടച്ച റബ്ബേ, ഈ വഅദ് അമേരിക്കയിൽ നിന്ന് കേട്ടുകൊണ്ട ഒരു സഹോദരൻ 10 കിൻഡൽ കണ്ടി എന്തോ മനസ്സിൽ മുറാദ് മനസ്സിൽ വെച്ചുകൊണ്ട് റബ്ബേ ദുആ ചെയ്യാൻ വേണ്ടി ഏറ്റിരിക്കുന്നത് അല്ലാഹ്. പ്രിയപ്പെട്ട ഉംറ ഹജ്ജ് ചെയ്ത സദഖ നീ സ്വീകരിക്കണേ റബ്ബേ. അവരുടെ മനസ്സിന്റെ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണേ അല്ലാഹ്. അവരുടെ വരുമാന മാർഗങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പടച്ച റബ്ബേ, ജോലി തിരക്കുകൾക്കിടയിലും വഅദ് കേൾക്കാനായി അല്ലാഹുവേ ഈ സമയം ആരോരും കാണുന്നില്ല, ആരും പറഞ്ഞിട്ടില്ല. പടച്ച റബ്ബേ, എല്ലാ തിന്മകൾക്കും സാഹചര്യമുള്ള നാട്ടില് നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്നത് അവർക്കെല്ലാം ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ റബ്ബേ. ദുബൈയിലുള്ള, സൗദി അറേബ്യയിലുള്ള, ഖത്തറിലുള്ള, ബഹ്റൈനിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ, പല ഗൾഫ് രാജ്യങ്ങളിലുള്ള സഹോദരങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അവരൊക്കെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് റബ്ബേ. ഞങ്ങൾക്ക് കണ്ടെത്താ ദൂരത്ത് നിന്ന് ആമീൻ പറയുന്ന അവർ മുന്നിലേക്ക് ഉയർത്തിയ കരങ്ങളല്ല. കമ്പ്യൂട്ടറുകളുടെ മുമ്പിൽ വെച്ച്, മൊബൈൽ ഫോണുകളുടെ മുമ്പിൽ വെച്ചവർ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങൾ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ സദസ്സിന്റെ കൂടെ വരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة
ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ച റബ്ബേ, കൊച്ചുമക്കളെ കൈത്തണ്ടയിൽ എന്തി സദസ്സിലേക്ക് വന്ന ഉമ്മമാരുണ്ട്. രണ്ട് കൈ ഉയർത്തി ആമീൻ പറയാൻ അവർക്ക് കഴിയുന്നില്ല. ഒരു കുഞ്ഞുമക്കൾ ഉറങ്ങി തൂങ്ങിയിരിക്കുകയാണ്. ഒറ്റ കൈയെ അവർ പൊക്കിപ്പിടിച്ചിട്ടുള്ളൂ. റബ്ബേ, രാത്രിയുടെ കൂരിരുട്ടിൽ ദീന കേൾക്കാനായി, നിന്റെ ദീന പഠിക്കാനായി, ആമീൻ ചൊല്ലാനായി സദസ്സിലേക്ക് കടന്നു വന്ന ഉമ്മമാർ, പെങ്ങന്മാർ, സഹോദരിമാർ, കൊച്ചുമക്കളെല്ലാവരും ആമീനും നീ സ്വീകരിച്ച് ഞങ്ങളൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർക്ക് നീ സ്വർഗീയമായ ഭക്ഷണം നൽകണേ അല്ലാഹ്. إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഖബറിനുള്ളിൽ എന്ന വിഷയം നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാനും കേൾക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട പുരുഷന്മാർ മക്കാമിന്റെ വഴിയിൽ കൂടി പുറത്തു പോകണമെന്ന് അപേക്ഷിക്കുന്നു. മക്കാമിന്റെ വഴിയിൽ കൂടി ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണമെന്ന് പുരുഷന്മാരോട് ദയവ് ചെയ്ത് പറയുകയാണ്. എല്ലാ വളണ്ടിയേഴ്സും പള്ളിയുടെ